അഴലിൻ്റെ ആഴങ്ങൾ. കുടുംബക്കോടതിയിൽ നിന്നും രണ്ടാമത്തെ ഹിയറിംഗ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന അവളുടെ മുന്നിലേക്ക് അവൻ അതീവ സന്തോഷത്തോടുകൂടി വന്നു നിന്നു. നീ എന്ത് വിചാരിച്ചു? നീ പറയുന്നതെല്ലാം കോടതി വിശ്വസിക്കുമെന്നോ? നിന്നെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, കോടതിയിലുള്ള എല്ലാ നിയമങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണെന്ന്. പക്ഷെ കോടതിക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്ത് കാര്യവും കോടതി വിശ്വസിക്കണമെങ്കിൽ അതിന് തെളിവ് ആവശ്യമുണ്ട്. അല്ലാതെ വായിക്കിടക്കുന്ന നാക്കെടുത്തിട്ട് വലിച്ച് പറഞ്ഞാൽ മാത്രം പോരാ. തെളിവുകൾ സഹിതം രേഖാമൂലം അവിടെ സബ്മിറ്റ് ചെയ്യണം. ഇന്ന് തെളിവുകളും നിനക്കെതിരെയുള്ള എല്ലാ രേഖകളും ഇന്ന് എൻ്റെ കയ്യിൽ ഭദ്രമാണ്. നിനക്കറിയാം, ആ തെളിവുകളെല്ലാം ഞാൻ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന്. പിന്നെ കോടതിയിൽ പറഞ്ഞതുപോലെ എനിക്ക് നിൻ്റെ പരിശുദ്ധിയിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ എൻ്റെ ഭാഗം ജയിക്കണമെങ്കിൽ നിൻ്റെ പരിശുദ്ധിക്ക് കളങ്കം വരുത്തിയേ പറ്റൂ. അതുകൊണ്ട് എന്നാലാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരിക്കും. അത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്നും തിരിഞ്ഞു നടന്നതും ഒന്ന് നിന്ന്. പിന്നെ അടുത്ത ഹിയറിംഗ് ദിവസം ഇതിൽ വലിയ രീതിയിൽ നീ ചങ്കു പൊട്ടിക്കരയും. അതിന് നിൻ്റെ കരച്ചിൽ കാണാൻ ഞാനും ഇവിടെ കാണും. നീ ഇന്ന് നിൻ്റെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു കൊണ്ട് നടക്കുന്ന എൻ്റെ മക്കളില്ലേ, അതിനെ രണ്ടിനെയും ഞാൻ കൊണ്ടുപോകും. അടുത്ത ഹിയറിങ്ങോടുകൂടി അതിനൊരു തീർപ്പാകും. പിന്നെ ഭ്രാന്തിയായ നിൻ്റെ ഒപ്പം എൻ്റെ മക്കൾ ജീവിക്കണമെന്ന് ഒരു കോടതിയും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല. അതുമാത്രമല്ല, നിൻ്റെ ഒപ്പം ആ കുഞ്ഞുങ്ങളെ വിട്ടയക്കാനും കോടതി സമ്മതിക്കില്ല. അത്രയും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി. അയാളുടെ വാക്കുകൾ ഇടിമുഴക്കം പോലെയാണ് അവളുടെ ഉള്ളിലേക്ക് വന്ന് കൊണ്ടത്. തൻ്റെ നെഞ്ചോട് ചേർത്ത് തൻ്റെ ചിറകിനടിയിൽ കൊണ്ടു നടക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ, അതിനൊക്കെ ഉപരി താനൊരു ഭ്രാന്തിയാണെന്ന് മുദ്ര കുത്തുന്നു. ഏതൊരു പെണ്ണും എന്തും സഹിക്കും. തൻ്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തിയാലും എന്തും സഹിക്കും. കാരണം അവൾക്ക് വേറെ ആരെയും തൻ്റെ പരിശുദ്ധി തെളിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവൾക്കൊരു ബോധ്യമുണ്ട്, താൻ കളങ്കപ്പെട്ടവളല്ല. താൻ തൻ്റെ താലി കെട്ടിയവന് മാത്രം മുന്നിൽ തൻ്റെ ശരീരം സമർപ്പിച്ചിട്ടുള്ളൂ. വേറെ ആരെല്ലാം ഏതെല്ലാം രീതിയിൽ കളങ്കപ്പെടുത്തിയാലും ഒന്നും അവളെ ബാധിക്കുന്നതല്ല. പക്ഷേ തൻ്റെ കുഞ്ഞുങ്ങൾ, അവരെ വിട്ട് കളിക്കുന്ന ഒരു കാര്യത്തിനും ഇന്നോളം ഒരമ്മയും ഒരു റിസ്ക്കും എടുക്കാൻ നിൽക്കില്ല. അവരെ വേദനിപ്പിക്കുന്ന ഒന്നും തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനും ഒരമ്മയും സമ്മതിക്കില്ല. പക്ഷേ തൻ്റെ ചിറകിനടിയിൽ കൊണ്ടു നടക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ അടുത്ത ഹിയറിങ്ങോടുകൂടി തനിക്ക് നഷ്ടപ്പെടും. അത് അവളെ ചില്ലറയൊന്നുമല്ല കുത്തിനോവിക്കാനുണ്ടായത്. താൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ കുത്തുവാക്കുകളെല്ലാം മറ്റുള്ളവരുടെ ഇതെല്ലാം സഹിച്ച് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അവരില്ല എങ്കിൽ താൻ ജീവിക്കുന്നതിന് ഒരർത്ഥമില്ല. ഇന്ന് അയാൾ എന്നെ ഭ്രാന്തി എന്ന് മുദ്ര വരെ കുത്തിയിരിക്കുന്നു. എന്ത് ധൈര്യമുണ്ടായിട്ടായിരിക്കും അയാൾ തന്നെ ഭ്രാന്തി എന്ന് മുദ്ര കുത്തി? ഒരു വെറും വാക്ക് എന്തായാലും അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല. അയാൾ പറഞ്ഞത് കൃത്യമായ തെളിവുകൾ അയാളുടെ കയ്യിൽ അയാൾ രേഖാമൂലം ഉണ്ടാക്കിക്കഴിഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഇത്ര ധൈര്യത്തോടെ ഇത്ര കോൺഫിഡൻസോടുകൂടി തൻ്റെ മുന്നിൽ വന്ന് തൻ്റെ കുഞ്ഞിനെ തൻ്റെ ചിറകിനടിയിൽ നിന്നും കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ അങ്ങനെ തന്നെ ചെയ്യും. താൻ എന്തിന്, ആർക്ക് വേണ്ടി ഇനി ജീവിക്കുന്നു? തൻ്റെ ജീവിതം ഇത്രത്തോളം നരകതുല്യമാക്കിയവന് മുമ്പിൽ ഇനിയും കരഞ്ഞുകൊണ്ട് നിൽക്കാൻ തന്നെ കൊണ്ടാകില്ല. എന്തു വന്നാലും തൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ ഒപ്പം തന്നെ. ഒരിക്കലും ഇയാളെപ്പോലെ ഒരു ദുഷ്ടൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കില്ല തൻ്റെ 2 കുഞ്ഞുങ്ങളെയും. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നതും അവളുടെ ചിന്തകൾ കാട് കയറാൻ പോയി. അവളുടെ മുന്നിൽ ചിരിതൂകി നിൽക്കുന്ന 2 കുഞ്ഞുങ്ങളുടെ മുഖം തെളിഞ്ഞതും അവളുടെ മുഖത്ത് അത്രയും നേരം ഉണ്ടായ വേവലാതിയും വിഷമങ്ങളും എങ്ങോ പോയി മറഞ്ഞു. ഇവൾ അപർണ, മിനിയുടെയും പത്മനാഭൻ്റെയും 2 മക്കളിൽ മൂത്തവൾ. ഒരു വായാടി എന്ന് വേണമെങ്കിൽ പറയാം. തന്നെ ഇങ്ങോട്ട് ചൊറിയാൻ വരുന്നവരെ വെറുതെ വിടില്ല. ഒരു കുട്ടിക്കുറുമ്പി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവളുടെ ജീവിതം ഇത്രത്തോളം നരകതുല്യമായത്
പറയേണ്ട സമയത്ത് വാ തുറന്ന് തൻ്റേതായ അഭിപ്രായം പറയാത്തതിലാണ് തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ എന്തും തുറന്നു പറഞ്ഞ് കുട്ടിക്കുറുമ്പും കാട്ടി നടക്കുന്നവൾ എന്തുകൊണ്ട് വിവാഹത്തിൻ്റെ കാര്യം വന്നപ്പോൾ അവൾ മൗനം പാലിച്ചു? അവളുടേതായ വ്യക്തിത്വം അവിടെ പ്രകടമാക്കിയില്ല. കാരണം എന്തെന്നറിയണ്ടേ? നമുക്ക് അവിടെ ജീവിതത്തിലേക്ക് ഒന്ന് പോകാം. അപർണ എന്ന മാളു, അവൾക്ക് 2 മാമന്മാർ. അവർ തലയിലും തട്ടയിലും വെക്കാതെ കൊണ്ടു നടന്നവളാണ് ഈ മാളു. ഒരുപാട് സ്നേഹവും ലാളനയും കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ കൊച്ച് അല്പം കുസൃതിയും കുറുമ്പുമൊക്കെയാ. അവൾക്ക് പിന്നാലെ വന്നത് 4 ആൺതൈകൾ, മാമന്മാരുടെ മക്കൾ, അവളുടെ സ്വന്തം അനുജൻ. എന്നാൽ ഇളയ മാമന് ഏറ്റവും അവസാനമായി ഒരു പെൺതരി കൂടി ഉണ്ടായി. അതോടുകൂടി അത്രയും നാൾ തന്നെ സ്നേഹിച്ചിരുന്നവരെല്ലാം അവളിലേക്ക് ചുരുങ്ങി. അവൾക്ക് ഒട്ടും തന്നെ വിഷമമുണ്ടായില്ല. തൻ്റെ അനുജന്മാരും അനുജത്തിയുമാണ്. അവൾ അവരെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പഠിക്കാൻ പോകുന്ന കാലത്തും വഴി കാണുന്ന എല്ലാവരോടും വാതോരാതെ സംസാരിച്ച് പുല്ലിനോടും പുൽച്ചാടിയോടും കഥ പറഞ്ഞ് സ്കൂളുകളിലെത്തുക. പഠിക്കാൻ അത്ര വല്ല മിടുക്കിയൊന്നും അല്ല എങ്കിൽ അത്യാവശ്യം ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു നമ്മുടെ മാളൂട്ടിക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തൻ്റെ മനസ്സിൽ ആദ്യമായി ഒരാളോട് പ്രണയം തോന്നുന്നത്. പക്ഷേ മാളൂട്ടിക്ക് പേടിയായിരുന്നു അയാളോട് പറയാൻ. താൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടമാകുമോ? അവൻ തൻ്റെ പ്രണയം സ്വീകരിക്കുമോ? ഇനി മറ്റുള്ളവർ അറിഞ്ഞാൽ തന്നെ ഏത് കണ്ണിലൂടെ കാണും? അവരറിഞ്ഞാൽ തന്നെ കളിയാക്കുമോ? തൻ്റെ പ്രണയം വീട്ടിൽ അറിഞ്ഞാലോ? തന്നെ അടിക്കും, ഉപദ്രവിക്കും. അങ്ങനെ ഒരുപാട് ചിന്തകൾ ഉള്ളതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആദ്യം തോന്നിയ പ്രണയം ഉള്ളിൽ തന്നെ ഒതുക്കി അവൾ കൊണ്ടു നടന്നു. അവൻ വേറെ ആരുമല്ല, ജയകുമാറായിരുന്നു. വീടിന് അടുത്ത് തന്നെയുള്ള ആളായിരുന്നു ജയകുമാർ. അവൾക്ക് അറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. തനിക്ക് എന്തുകൊണ്ട് അവനോട് മാത്രം ഒരു ഇഷ്ടം? ആരെല്ലാം തൻ്റെ പുറകിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു അവനോട് ഇഷ്ടം തോന്നാനുള്ള കാരണം പോലും അവൾക്ക് വ്യക്തമല്ലായിരുന്നു. വീട്ടിലെ ബുദ്ധിമുട്ടും പ്രാരാബ്ധവും കൊണ്ട് എറണാകുളത്ത് ഒരു ആൽബം സ്റ്റുഡിയോയിൽ തന്നെ അയാൾ ജോലിക്ക് കയറി. താൻ പഠിച്ച ഫീൽഡ് തന്നെ ആയതുകൊണ്ട് അവിടെ നിന്നും കഷ്ടപ്പെട്ട് തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി. 6 മാസമോ 7 മാസമോ കൂടുമ്പോൾ വീട്ടിൽ വന്ന് തൻ്റെ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും കണ്ട്, ഒപ്പം ഉറ്റ മിത്രങ്ങളെയും കണ്ട് കുറച്ച് ദിവസം, കൂടിപ്പോയാൽ 1.5 ആഴ്ച കഷ്ടിച്ച് ഇവിടെ ചിലവഴിച്ച് വീണ്ടും തിരിച്ച് അതേ ജോലിക്ക് പോകും. ഈ വരുന്ന കാലയളവിൽ അവനെ കൺകുളർക്കെ കാണാൻ അവൻ ഉള്ളിടത്തെല്ലാം അവളും കാണും. അവൻ പോലും അറിയാതെ അവൻ്റെ പിന്നാലെ തന്നെ. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ അവൻ വന്നു. അവനെ കാണാൻ തന്നെ കൊണ്ടാവുന്നിടത്തെല്ലാം എത്തി. പക്ഷേ 10ാം ക്ലാസ് എക്സാം ആയതിനാൽ അവൾക്ക് ഒരുപാടൊക്കെ പോകാൻ സാധിച്ചിരുന്നില്ല. നൈറ്റ് ക്ലാസ്സും എക്സ്ട്രാ ക്ലാസ്സും ഒക്കെയായി ഒരുപാട് ബിസിയായിരുന്നു. എങ്കിലും അതിനിടയിൽ തന്നെ അവനെ കാണാനും തൻ്റെ ആഗ്രഹം പോലെ ഒരുപാട് നേരം നോക്കി നിൽക്കാനും അവൾ ആഗ്രഹിച്ചു. അതിന് വഴികളും അവൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് നൈസായിട്ട് നമ്മുടെ മാളുക്കൊച്ചിൻ്റെ അമ്മ അങ്ങ് പൊക്കി. പിന്നെ പറയാനുണ്ടോ? നമ്മുടെ മാളുക്കൊച്ചിന് അന്ന് തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് പോലെയായിരുന്നു അവൾക്കന്ന് കിട്ടിയതിന് കയ്യും കണക്കുമില്ല. ഒരുപാട് കിട്ടി. പക്ഷെ താൻ ആരോടും പറയാതെ കൊണ്ടു നടന്ന തൻ്റെ പ്രണയം അമ്മ കൈയോടെ പൊക്കിയതോടെ ഭസ്മം പൊടിക്കുന്നോട്ട് പൊടിച്ച് തൻ്റെ കയ്യിൽ തന്നു. ഇനി അവനെ കാണാനോ അവൻ്റെ വീടിൻ്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകരുതെന്നുള്ളൊരു വാണിങ്ങും. അന്നത്തോടുകൂടി താൻ നിർത്തിയെന്ന് എല്ലാവരും കരുതി. എങ്കിലും തൻ്റെ മനസ്സിൽ ആദ്യമായി അവനോട് തോന്നിയ ഇഷ്ടം പിന്നെ ഇപ്പോൾ കാട്ടുന്നൂട്ടി പ്രകടമായ രീതിയിൽ പ്രകടിപ്പിക്കാതെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നു. ഒരു ജോലി വാങ്ങി ചേട്ടന് കല്യാണാലോചന ആകുന്ന ടൈമിൽ ആരെങ്കിലും വഴി തനിക്ക് ഈ ആലോചന കൊണ്ടുവരണമെന്ന് തന്നെ അവൾ ആഗ്രഹിച്ചു. അതിന് ഇപ്പോൾ തൽക്കാലം നല്ല രീതിയിൽ പഠിക്കണം, ഒരു ജോലി വാങ്ങണം. പക്ഷെ താൻ ജോലി വാങ്ങുന്നത് വരെ അയാൾ തനിക്ക് വേണ്ടി കാത്തിരിക്കുമോ? എന്തായാലും വേണ്ടിയില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ തൻ്റെ ഇഷ്ടം അവനോട് തുറന്നു പറയണം എന്ന് തന്നെ കരുതി. പിന്നീട് കാത്തിരിപ്പായിരുന്നു. അടുത്ത ന്യൂ ഇയറിന്
ന്യൂ ഇയർ ടൈം ആകുമ്പോഴാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഉത്സവം. അമ്പലത്തിലെ ഉത്സവത്തിന് ഉറപ്പായും വരും. ഓണത്തിനും ഉത്സവത്തിനുമാണ് സാധാരണ അയാൾ നാട്ടിൽ വരുന്നത്. ഇതിനിടയിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ നാട്ടിലേക്ക് വരാറുള്ളൂ. അവളുടെ മാത്രം കുമാർ. 10ാം ക്ലാസ്സിലെ എക്സാമിന് അവൾ അവൻ്റെ പിറകെ നടന്നുകൊണ്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ അവളെ കൊണ്ട് സാധിച്ചില്ല. എങ്കിലും ഒരുവിധം നല്ല മാർക്ക്, കയ്യാലപ്പുറത്ത് തേങ്ങയൊന്നും അല്ല കേട്ടോ, എങ്കിലും നല്ല രീതിയിലുള്ള ഒരു മാർക്ക് അവൾ പെർഫോം ചെയ്തു. അത് വെച്ച് സയൻസ് ഗ്രൂപ്പിന് തന്നെ കൊടുക്കണമെന്ന ആഗ്രഹമുണ്ട്. പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്ന ടൈം ഉണ്ടെങ്കിൽ വല്ല ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ എടുത്ത് പാടുപെട്ട് പഠിക്കാം എന്ന് വിചാരിച്ചു. എങ്കിലും തൻ്റെ ആഗ്രഹം ഒരു നേഴ്സ് ആവാൻ തന്നെയായിരുന്നു. എന്തും വരട്ടെ എന്ന രീതിയിൽ തന്നെ അവൾ സയൻസ് ഗ്രൂപ്പിന് വെച്ചു. പക്ഷെ നമ്മുടെ കൊച്ചിന് നല്ല ഭാഗ്യമുള്ളത് കൊണ്ട് ഒരു കാരണവശാലും ഒരു കോളേജിലും സയൻസ് ഗ്രൂപ്പിന് കിട്ടിയില്ല. കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും എല്ലാം കിട്ടിയിട്ടും സയൻസിന് കിട്ടിയില്ല. പാവം അച്ഛൻ്റെ അമ്മയുടെയും കാല് പിടിച്ച് നോക്കിയിട്ടും അമ്മ ഒരു രീതിയിലും സമ്മതിച്ചില്ല. അവൻ്റെ പിറകെ വായും തുറന്ന് നടന്നിട്ടല്ലേ നിനക്ക് കിട്ടാഞ്ഞത്, അതുകൊണ്ട് നിനക്ക് കിട്ടിയതിന് പോയി പഠിച്ചാൽ മതി എന്നായിരുന്നു അമ്മയുടെ ഭാഗം. എങ്കിലും അവളുടെ എല്ലാ കുരുത്തക്കേടിനും അവൾക്കൊപ്പം നിൽക്കുന്ന അവളുടെ അച്ഛൻ്റെ കാല് പിടിച്ച് അച്ഛനെ സോപ്പിട്ട് പ്രൈവറ്റായിട്ട് പോയി പഠിക്കാമെന്ന് തന്നെയായിരുന്നു. അവളുടെ അച്ഛൻ ഒരു കൊമേഴ്സ് എടുത്ത് ബികോംകാരനായിരുന്നു. പിന്നെ തൻ്റെ മകളെ ഒരു ബികോംകാരി തന്നെ ആക്കണമെന്ന് അച്ഛന് ഉള്ളിനുള്ളിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു. ആ അച്ഛൻ്റെ നിസ്വാർത്ഥമായുള്ള ആഗ്രഹമായതുകൊണ്ട് തന്നെ പ്രൈവറ്റായിട്ട് സയൻസ് എടുത്ത് പഠിക്കാൻ പോയ നമ്മുടെ കൊച്ചിന് അവിടെ കിട്ടിയതോ കൊമേഴ്സ്. പിന്നെ കിട്ടിയതാവട്ടെ തൻ്റെ അച്ഛൻ്റെ ആഗ്രഹമല്ലേ, തൻ്റെ ആഗ്രഹം പോലെ കൊമേഴ്സിനെങ്കിലും കൊമേഴ്സ് പഠിക്കാമെന്ന രീതിയിൽ പ്രൈവറ്റായിട്ട് തന്നെ പോയി. ഇതിനിടയിൽ കോളേജിൽ കിട്ടിയ സീറ്റും പോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊച്ചി എല്ലാം ഉള്ളിലൊതുക്കി പ്രൈവറ്റായിട്ട് തന്നെ പോയി. അതോ നമ്മുടെ കൊച്ചിനെ നമ്മുടെ അമ്മ കൊണ്ടുവന്ന് ചേർത്തതോ ഒരു വുമൺസ് കോളേജിലും. പിന്നെ പറയാനുണ്ടോ, നമ്മുടെ കൊച്ച് അത്യാവശ്യം ഇച്ചിരി നല്ല രീതിയിൽ തന്നെ ആൺപിള്ളേരെ വായി നോക്കുന്ന കൂട്ടത്തിൽ. അവിടെ ചെന്ന് അവൾക്ക് കിട്ടിയതോ നല്ല 4 കൂട്ടുകാരെ. അവളെപ്പോലല്ല, അവളുടെ അപ്പുറം വായി നോക്കുന്നതും ആൺകുട്ടികളെ കണ്ട അവളെക്കാൾ കൂടുതൽ അവന്മാരെ കുറ്റം പറയുന്നതും സൈറ്റ് അടിക്കുകയും ചെയ്യുന്ന നല്ല വെടിക്കെട്ട് 4 കൂട്ടുകാരെ. ഈ 5 എണ്ണം കൂടെ കൂടിയ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ആ കോളേജ് തന്നെ തിരിച്ച് വെക്കാത്തത് എന്തോ ഭാഗ്യം. നമ്മുടെ മാളൂട്ടിയുടെ 4 കൂട്ടുകാരെ കൂടി പരിചയപ്പെടണ്ടേ? ലജ്ന, നെജി, ലിൻസി, ഗായത്രി. ഈ 4 എണ്ണം. അതിൽ ഗായത്രി ഒരല്പം പാവം, ഒരു പൂച്ചക്കുട്ടി. എന്നാൽ ലിൻസി മൂക്കത്ത് ശുണ്ടിയുള്ള ഒരുത്തി. നെജിയാണെങ്കിൽ ഒരു പൊട്ടിത്തെറി, ഒരു വായാടി, ഏകദേശം നമ്മുടെ മാളുവിനെ പോലെ തന്നെ. എന്നാൽ ലജിനയാണെങ്കിൽ ഇവരിലെല്ലാവരിലും വ്യത്യസ്തയാണ്. അവൾ ഇവരെ കാട്ടി 2 വയസ്സിന് മൂത്തതാണ്. അതിൻ്റേതായ പ്രായത്തിൻ്റെ പക്വത അവൾക്കുണ്ട്. അങ്ങനെ ഈ 4 എണ്ണവും പിന്നെ നമ്മുടെ തല്ലിപ്പൊളി മാളുവും കൂടി ചേർന്ന് പഠിക്കാൻ പോകാൻ തുടങ്ങി. ഇതിൽ ലജിന മാത്രമേ ഉള്ളൂ അവരിൽ നിന്നും അല്പം ദൂരെ താമസം. ബാക്കി ഈ 4 എണ്ണവും ഒരിടത്ത് നിന്ന് തന്നെ വരുന്നതാണ്. 4 എണ്ണവും കൂടി ഒരേ ടൈമിൽ ഒരേ ബസ്സിൽ കയറി. ബസ്സിൽ നിന്ന് സംസാരം, അവിടെ നിന്ന് ബസ്സിലെ ഡ്രൈവറിനെങ്കിലും വായിലിരിക്കുന്നത് തൊട്ട് ആ ബസ്സിലെ യാത്രക്കാരുടെ വരെ വായിലിരിക്കുന്നത് എല്ലാം കേട്ടുകൊണ്ടാണ് അവർ വന്ന് അവരുടെ കോളേജിലെത്തുന്നത്. കോളേജിലെത്തിയാലോ വഴിയെ പോകുന്ന എല്ലാ ആൺകുട്ടികളെയും കമൻ്റ് അടിക്കും. തിരിഞ്ഞു നിന്ന് എന്താടി എന്ന് ചോദിച്ചാൽ നീ പോടാ എന്ന് തിരിച്ചും പറയും. പിന്നെ പറയണോ, ഏതെങ്കിലും രീതിയിലൊരു ചെറിയ സ്പാർക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ നെജിയും പിന്നെ ഈ മാളും കൂടി അങ്ങ് ചേർന്ന് കയറി അവനെ അങ്ങ് മേയിച്ച് വിടും. അത് തന്നെയാണ് സ്വാഭാവികമായി നടക്കുന്നത്. അതുകൊണ്ട് ഈ 4 എണ്ണത്തിൻ്റെയും കണ്ണിൽ അറിയാവുന്നവർ വന്ന് പെടാറില്ല. അതുപോലെ തന്നെ ആ റൂട്ടിലോടുന്ന ബസ്സുകാർക്കും ഈ 4 എണ്ണത്തിൻ്റെ സ്വഭാവം നല്ല വ്യക്തമായി അറിയാം. അതേസമയമാണ് നമ്മുടെ ഗായത്രിക്കുട്ടിയുടെ പുറയിൽ അവളുടെ വീട്ടിനടുത്ത് നിന്നും ഒരു ചെറുക്കൻ നല്ല നൈസായിട്ട് അവളെ വായി നോക്കുന്നത്. അതും അവൾ വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവളുടെ അതേ ടൈമിൽ തന്നെ അവൻ ബസ് സ്റ്റോപ്പിൽ കാണും. അവൾ കയറുന്ന അതേ ബസ്സിൽ തന്നെ കയറും.
അവളുടെ ഒപ്പം അവൾ എവിടെയാണോ ഇറങ്ങുന്നത് അവിടെ നിന്നും അവളെ കോളേജ് വരെ കൊണ്ടുവിടും. ഇത് സ്ഥിരം ഒരു റൊട്ടീനായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗായത്രി നല്ല പഞ്ച്വാലിറ്റി ഉള്ള ആളായതുകൊണ്ട് 10 മണിക്ക് കയറേണ്ട ക്ലാസ്സിൽ 10:30 ആവാതെയും വന്ന് കയറാറില്ല. ഇതുവരെ ആ ഒരു ചരിത്രം അവൾ തിരുത്തി കുറിക്കാനേ നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നും നല്ല പഞ്ച്വാലിറ്റി ആയിട്ട് വന്ന് കയറുന്ന അതേ ടൈമിൽ തന്നെ പഠിപ്പിക്കുന്ന സാറിൻ്റെയും അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെയും വായിലിരിക്കുന്നതെല്ലാം കേട്ട് വയറ് നിറച്ചാണ് അവൾ ക്ലാസ്സിൽ കയറുന്നത് പതിവ്. ക്ലാസ്സിൽ കയറിയതോ ബാക്കി 4 എണ്ണവും കൂടി ബാക്കി കൊടുക്കും. എത്ര നേരം വേണമെങ്കിലും അവരും കാത്തു നിൽക്കാൻ റെഡിയാണ്. പക്ഷെ നമ്മുടെ കൊച്ച് ഒരുങ്ങി ഇറങ്ങി ആ അരയോളം കിടക്കുന്ന മുടിയൊക്കെ ഒതുക്കി വൃത്തിയാക്കി സുന്ദരിയായി പുട്ടിയൊക്കെ ഇട്ട് വരണ്ടേ, അതിന് തന്നെ താമസമാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ നെജിയെ നമ്മുടെ ഗായത്രിക്ക് കൂട്ടിന് കിട്ടി. നെജിയെ കൂട്ടിന് കിട്ടിയ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? അവളെ കണ്ട ആ സ്റ്റോപ്പ് തൊട്ട് തിരിച്ച് വന്ന് ഇറങ്ങേണ്ട കരുനാഗപ്പള്ളി സ്റ്റോപ്പ് വരെ വാതോരാതെ സംസാരം. അതുകൂടാതെ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്നും തങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ എത്തുന്നത് വരെ തങ്ങളുടെ പിറകയിലുള്ളവനെ ഗായത്രി ശ്രദ്ധിച്ചു. ഒരു കാരണവശാലും ഇവനെ കാണരുതെന്നുള്ളത് കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കാനും നിന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ കണ്ണ് ബാക്കിലേക്ക് പോകുന്നത് കണ്ട് നമ്മുടെ നിധി ഒരു ഡൗട്ട് കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കറക്റ്റ് അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ ഒന്നും മിണ്ടിയില്ല. നൈസായിട്ട് കോളേജിലെത്തി. ഞങ്ങൾ ബാക്കി 3 പേരോടും കാര്യങ്ങൾ അവൾ പറഞ്ഞു. എന്താ കാര്യമെന്നൊന്ന് അറിയണമല്ലോ. ഞങ്ങൾ 4 കൂടെ അവളെ വളഞ്ഞു. കാര്യം ചോദിച്ചപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടി തത്ത പറയുന്നോട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിറ്റേന്ന് ഒട്ടും കളിച്ചില്ല. ഞങ്ങൾ 4 പേരും കൂടി ഒരേ ടൈമിൽ തന്നെ ബസ് സ്റ്റോപ്പിലെത്തി. അവൾ അവളുടെ ബസ് സ്റ്റോപ്പിൽ നിന്നും ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ നിന്നും കയറി. കറക്റ്റ് കരുനാഗപ്പള്ളി സ്റ്റാൻഡിൽ വന്നിറങ്ങിയതും അവൾ ഞങ്ങളുടെ പിറകെ തന്നെ അവനുമുണ്ടായിരുന്നു. ഒരുവിധം ആളൊഴിഞ്ഞ് ഒരു സ്ഥലം എത്തിയപ്പോൾ തന്നെ അവനെ പിടിച്ചു നിർത്തി കറക്റ്റായിട്ട് ചോദ്യം ചെയ്തു. അപ്പോഴല്ലേ നമ്മുടെ കൊച്ചിനോട് നല്ല മുടിഞ്ഞ പ്രേമം. അവൾ പഠിക്കാൻ പോയ കാലം തൊട്ടേ അവളുടെ പിന്നാലുണ്ട്. ഈ ബുദ്ധൂസ് ആണെങ്കിൽ ഇതുവരെ അവനെ കണ്ടിട്ട് പോലുമില്ല. അവൾ +2 പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവനെ ശ്രദ്ധിക്കാൻ പോലും തുടങ്ങിയത്. ഇവനെ സ്ഥിരമായി ഇവൻ്റെ കൂട്ടുകാർ കളിയാക്കാറുണ്ടത്രേ, ഇവളോട് ഇന്ന് വരെ വന്ന് ഇഷ്ടം പറയാത്തത് കൊണ്ട്. എങ്കിലും എന്തും വരട്ടെ എന്ന് വിചാരിച്ച് കോളേജിൽ കിട്ടിയ അഡ്മിഷൻ പോലും കളഞ്ഞ് ഇവളെപ്പോലെ തന്നെ ഒരു പ്രൈവറ്റ് കോളേജിൽ ഇവളെ എന്നും കാണണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെ. അങ്ങനെ നമ്മുടെ കൊച്ചിനെ പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് ആ പേരിൽ കളിയാക്കാൻ തുടങ്ങി. ഇവൾക്കാണ് വല്ലാത്ത ദേഷ്യമാണ് അവൻ്റെ പേരും പറഞ്ഞ്. അവൾ അതിനു വേണ്ടി ഞങ്ങളോട് 2 ദിവസം പിണങ്ങിയിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ പൂച്ചക്കുട്ടി ഇല്ലാതെ യാതൊരു രീതിയിലും ഒരു എൻജോയ്മെൻറ്റും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ 4 കൂടി ചെന്ന് അവളോട് കാല് പിടിച്ച് പറഞ്ഞ് ഇനി മേലാൽ ഞങ്ങൾ കളിയാക്കില്ല. അങ്ങനെ നമ്മുടെ പിള്ളേരെ +1 ക്ലാസ്സൊക്കെ തുടങ്ങി. ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ ഹ്യൂമാനിറ്റീസിനെയും കൊമേഴ്സിനും 2ആയി തിരിച്ച്. ഞങ്ങൾ ഹ്യൂമാനിറ്റീസുകാർ 52 പേരായി ഒരു ക്ലാസ് ബാച്ചാക്കിയപ്പോൾ ഞങ്ങൾ കൊമേഴ്സുകാർ മാത്രമായി 25 പേർ ഒരു കുഞ്ഞി ക്ലാസ്സിലേക്ക് മാറി. ഞങ്ങളാണെങ്കിൽ ബികോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഏറ്റവും ബാക്ക് സൈഡിലുള്ള ഒരു കുഞ്ഞി ക്ലാസ്സിലേക്കായി. അത് ഞങ്ങളുടേത് മാത്രമായ ഒരു ലോകം. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഞങ്ങൾ 5 എണ്ണം ചേർന്ന് ഒരു ഗ്യാങ്ങും മറുവശത്ത് അവർ 7 പേര് ചേർന്ന വിദ്യയുടെ ഒരു ഗ്രൂപ്പും. ഞങ്ങൾ നല്ല കട്ട എതിരാളികൾ, കട്ടയ്ക്ക് നിൽക്കുന്ന. അവർ പറയുന്ന ഒരു കാര്യം ഞങ്ങളും അക്സെപ്റ്റ് ചെയ്യില്ല, ഞങ്ങൾ പറയുന്ന ഒരു കാര്യം അവരും അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ 5 പിള്ളേരും നല്ല തല്ലിപ്പൊളികളാണെങ്കിലും ഇതുപോലെ തലതെറിച്ച സ്വഭാവമുണ്ടെങ്കിലും നമ്മുടെ +1 +2ൻ്റെ കോഴ്സുകളിൽ ഓരോ വിഷയത്തിനും ഓരോരുത്തര. അക്കൗണ്ടിങ്ങിൽ നമ്മുടെ അപ്പു ആണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മുടെ ലജിനയ, മാനേജ്മെൻറ്റിൽ ലിൻസി ആണെങ്കിൽ മലയാളത്തിന് ഗായത്രി. അങ്ങനെ ഓരോ വിഷയങ്ങളും ഓരോരുത്തർക്കായി. അങ്ങനെ 5 വിഷയം 5 പേർക്കായി. മലയാളത്തിൽ പൊതുവെ എല്ലാവരും ഒരേപോലെ നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആരും ഒന്നും പറയാൻ വന്നില്ല. എങ്കിലും ഒരല്പം മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ ഗായത്രിക്ക് അല്പം സാഹിത്യവും കാര്യങ്ങളുമൊക്കെ വശമുള്ളത് കൊണ്ട് അവൾക്ക് തന്നെ അതിൽ മേൽക്കോയ്മ കൊടുത്തിട്ടുള്ളതും. അങ്ങനെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു വിഷയവും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കില്ല.
മറ്റേ ഗ്രൂപ്പുകാർ ഞങ്ങളെ തോൽപ്പിക്കാൻ ആവുന്ന വഴിയെല്ലാം നോക്കും. പക്ഷേ അത് 8ആയി മടക്കി നമ്മുടെ മാളൂട്ടി തന്നെ അത് കയ്യിൽ വെച്ച് കൊടുക്കും. കാരണമുണ്ട്, നമ്മുടെ മാളൂട്ടിയ ആ ക്ലാസ്സിൻ്റെ ലീഡർ. എന്ത് തല്ലികൊള്ളിത്തരും അവിടെ തന്നെ നടത്തും. പിന്നെ മാളൂട്ടിക്ക് മറ്റൊരു പരിപാടി കൂടിയുണ്ട്, അത് വഴിയെ പറഞ്ഞു തരാം. അങ്ങനെ +1 ക്ലാസ് നല്ല നൈസായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ ബികോം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയൊരു ചുള്ളൻ സാറിൻ്റെ എൻട്രി. അതോ എന്ത് മോഞ്ചാണെന്നറിയാമോ? എൻ്റെ പൊന്നെ ഒന്ന് കാണണം. നല്ല കുഞ്ഞിക്കണ്ണും പൂച്ചക്കണ്ണ്. ആ കുഞ്ഞിക്കണ്ണുള്ള പൂച്ചക്കണ്ണ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് നോക്കി, അത്ര സൂപ്പർ. ആരും ഒന്ന് നോക്കും. ആ സാറിനെ കണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ മാളൂട്ടിക്ക് സ്പാർക്ക് അടിച്ച്. അയാളുടെ ലുക്കും ഗെറ്റപ്പും കണ്ടിട്ടല്ല കേട്ടോ, ആ കുഞ്ഞിക്കണ്ണുള്ള പൂച്ചക്കണ്ണ്. അതുമാത്രമല്ല ആ കണ്ണിലെ പീലി എത്ര അട്രാക്റ്റീവാണെന്നറിയാമോ? ആ കണ്ണുകൾ മാത്രം തന്നെ വളരെ അട്രാക്റ്റീവാണ്. ആ കണ്ണുകൾക്ക് എന്തെന്നില്ലാത്ത എന്തോ ഒരു അട്രാക്റ്റീവ് ശക്തിയുണ്ട്. അവൾക്ക് ആ കണ്ണുകളോട് എന്തെന്നില്ലാത്ത ഒരു സ്പാർക്ക്. അങ്ങനെ ഒരു അട്രാക്ഷൻ നമ്മുടെ മാളു കൊച്ചിന് തോന്നിയത് കൊണ്ട് നമ്മുടെ മാളു കൊച്ചി നൈസായിട്ട് സാറിനെക്കുറിച്ച് ഒന്ന് എൻക്വയറി ചെയ്തപ്പോഴോ അതിലും വലിയ സന്തോഷം. കാരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, ഞങ്ങൾ കൊമേഴ്സ് ആണെങ്കിലും ബികോം ഡിപ്പാർട്ട്മെൻറ്റിലെ സാറല്ലേ, അപ്പോൾ ഞങ്ങളുടെ സാറ് എന്നൊരധികാരം കൂടിയായപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റിലും BA ഡിപ്പാർട്ട്മെൻറ്റ് നല്ല ചുള്ളൻ സാർമാർ വേറെയുണ്ട്. ഞങ്ങൾ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു പോലും നോക്കാൻ പോകത്തില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബികോം ഡിപ്പാർട്ട്മെൻറ്റിൽ അത്യാവശ്യം നല്ല സാറന്മാരൊന്നും ഇല്ല. അവരെ പോലെ ചുള്ളൻ സാറന്മാരില്ലെന്ന് വേണമെങ്കിൽ പൊതുവേ പറയാം. ഞങ്ങൾക്കുള്ളത് കുറേ ടീച്ചർമാർ തന്നെ. അവരൊക്കെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയാലോ ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ ഉറങ്ങാൻ തുടങ്ങും. അതാണ് പൊതുവേ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബികോം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന പുതിയ സാറല്ലേ, ഞങ്ങൾക്ക് വളരെ സന്തോഷം. അതുകൂടാതെ ഈ സാറിനെ ചുറ്റിപ്പറ്റി എൻ്റെ ഈ നോട്ടവും ഈ പോക്കും പരവേശവുമൊക്കെ കണ്ട് ബാക്കി 4 എണ്ണത്തിന് ഡൗട്ട് അടിച്ചു. ഒട്ടും കളിച്ചില്ല, സമയം കളയാൻ 4 കൂടി മാളൂട്ടിയെ പൊക്കി കാര്യം ചോദിച്ചു. നാണം 7 അയലത്ത് കൂടി പോവാതെ നമ്മുടെ മാളൂട്ടി തുറന്നടിച്ചതുപോലെ കാര്യം അങ്ങ് പറഞ്ഞു. അങ്ങേരുടെ കണ്ണിനോട് എന്തെന്നില്ലാത്ത ഒരു പ്രണയമെന്ന്, അല്ലാതെ അങ്ങേരോട് പ്രണയമൊന്നുമില്ല, അങ്ങേരുടെ കണ്ണ്. അപ്പോൾ നമ്മുടെ ലജിനെ ഒരു ചോദ്യം, ഇപ്പം അങ്ങേരുടെ കണ്ണിനോട് നിനക്ക് പ്രണയം തോന്നിയെന്നും പറഞ്ഞ് അങ്ങേരുടെ കണ്ണൂരി നിനക്ക് തരാൻ പറ്റുമോടീന്ന്. അല്ലടി, അങ്ങേരെ കണ്ണ് തരണമെന്നില്ല, അങ്ങേരെ തന്നെ ഇനി കിട്ടിയാൽ മതി. എടി, അങ്ങേര് ഏതാണെന്നോ എന്താണെന്നോ എന്താ ജോലിയെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പഠിപ്പിക്കാൻ നടക്കുന്ന ഒരാളാണെങ്കിൽ നിന്നെയും നിൻ്റെ ജീവിതത്തിലും അത് ഒരുപാട് ബാധിക്കില്ലേ? ആദ്യം നീ നൈസായിട്ട് അങ്ങേർക്ക് എന്താ ജോലി എന്നൊക്കെ ഒന്ന് അറിയാൻ നോക്ക്. അത് നെജിയായിരുന്നു പറഞ്ഞു കൊടുത്തത്. അത് തന്നെ അവളും പിന്തുടർന്നു. അവൾ നൈസായിട്ട് നമ്മുടെ സാറിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്ന് ചെക്ക് ചെയ്ത്. നമ്മുടെ സാറിൻ്റെ പേര് ശ്യാമെന്ന്. സാറിന് ജോലിയോ ഫയർഫോഴ്സിൽ. പിന്നെ പറയണോ, ഗവൺമെൻറ് ജോലിക്കാരനെ അല്ലേ. പക്ഷേ എന്നാൽ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, നമ്മുടെ സാറിന് ഒരല്പം വണ്ണം കുറവാണ്. നമ്മുടെ മാളൂട്ടിയാണെങ്കിലും അല്പം കുരുട്ടുക. അതുകൊണ്ട് തന്നെ നമ്മുടെ മാളൂട്ടിയും സാറും തമ്മിൽ അത്ര മാച്ചിങ് അല്ല. അത് കണ്ടെത്തിയത് നമ്മുടെ ലിൻസിയും. എടി, അയാൾ ഏതെങ്കിലും രീതി നിൻ്റെ പുറത്തൊന്ന് വീണ് കഴിഞ്ഞാൽ പപ്പടം പൊടിയെന്നൂട്ട് നീ പൊടിഞ്ഞു പോകും. എന്തിനാടി ഈ മെനക്കേട് നിൽക്കുന്നത്? നിൻ്റെ പ്രായത്തിനനുസരിച്ച് നല്ല ചുള്ളൻ ചെക്കന്മാർ പുറത്തുണ്ട്. ലിൻസി പറഞ്ഞതും, എടി, ചുള്ളൻ ചെക്കന്മാർ പുറത്ത് കാണും, എത്ര വേണമെങ്കിലും കിട്ടും. പക്ഷേ ഇതേ കണ്ണും ഇതേ അട്രാക്ഷനും എനിക്ക് സ്പാർക്ക് അടിക്കുന്ന രീതി തോന്നണ്ടേ? അവൾക്ക് പ്രായത്തിൽ കൂടുതലുള്ള ആൺകുട്ടികളോടാണ് അവൾക്ക് പ്രണയം തോന്നുക. അത് മാത്രമല്ല, അങ്ങേര് ബാച്ചിലർ കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ ഇളക്കുക. എൻ്റെ കർത്താവേ, എങ്ങനെയെങ്കിലും അയാളുടെ തലയിൽ എഴുതി വച്ചേക്കുന്ന പെണ്ണിനെ ഒന്ന് എത്തിച്ചു കൊടുക്കണേ. അവൾ ഇനിയില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എടി ദുഷ്ട, നിൻ്റെ നാക്കെടുത്ത് വളയ്ക്കല്ലേ, അങ്ങേരെ എനിക്ക് തന്നെ കിട്ടണേന്ന് പ്രാർത്ഥിക്കടി. എൻ്റെ പൊന്നു ലജിന, ഇത് അസ്ഥിക്ക് പിടിച്ച് ഈ പെണ്ണിനോട് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് ലിൻസി ബാക്കി 4 എണ്ണത്തിനെയും കൂട്ടി ക്ലാസ്സിലേക്ക് പോയി.
നമ്മുടെ കൊച്ച് അപ്പോഴും അവിടെ നിന്ന് താഴേക്ക് നോക്കുക. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മുടെ ശ്യാം സാറിന് നല്ല നൈസായിട്ട് വായി നോക്കിക്കൊണ്ടിരിക്കുക. ഇതിനിടയിലാണ് സാർ മുകളിലേക്ക് നോക്കിയത്. അയാളെ തന്നെ നോക്കി നിൽക്കുന്നത് നമ്മുടെ അപ്പുവിനെ നല്ല രീതിയിൽ തന്നെ സാറും കണ്ട്. സാറൊന്ന് നോക്കി ഒന്ന് ചിരിച്ച്. ഒരു പൂവിന് വേണ്ടി ആഗ്രഹിച്ച് നിന്നവർക്ക് ഒരു പൂക്കാലം കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു. അവൾ ആ സന്തോഷത്തോടുകൂടി ആ ബാക്കി 4 എണ്ണത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇത്രയും നേരം അവളുടെ മുഖത്തില്ലാത്ത സന്തോഷം കൊണ്ട് 4ഉം കൂടെ എന്തിനാണ് ഇനി ഇത്ര സന്തോഷിക്കുന്നതെന്ന് ഒരേ സ്വരത്തിൽ ചോദിച്ചത്. എടി എൻ്റെ ശ്യാം സാർ എന്നെ നോക്കി ചിരിച്ച്. അതാണ് ഇത്ര വലിയ കാര്യം. അവർ 4 പേരും ആകാംക്ഷയോടെ ചോദിച്ചതിനും മറുപടി കിട്ടിയതും അവരുടെ എല്ലാം വോൾട്ടേജ് കുറഞ്ഞു. അയാൾ ഞങ്ങളെ നോക്കിയും ചിരിക്കാറുണ്ട്, വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ മാളൂട്ടിക്ക് ദേഷ്യം വന്നു. അങ്ങനല്ല, ഞാൻ നോക്കിയപ്പോൾ എന്നെ നോക്കി ചിരിച്ചല്ലേ. അന്നേരം എന്തെങ്കിലും സാറിന് എന്നോട് ഒലക്കയുടെ മൂടാണ് നിന്നോട് തോന്നിയത്. അതും പറഞ്ഞുകൊണ്ട് ലജിന അവിടെ നിന്നും തിരിഞ്ഞുപോയി. ഈ പെണ്ണിന് പ്രാന്തം കണ്ട അങ്ങേരെ കാണുമ്പോൾ ഇങ്ങനെ പ്രാന്ത് പിടിച്ച് നടക്കാൻ. ആകെപ്പാട് ആഴ്ചയെ 2 ദിവസം നടക്കുക. ഈ 2 ദിവസം ഇവള് നമ്മുടെ കൂടെ കൂടത്തില്ല, അങ്ങേരെ പുറകെ മണപ്പിച്ച് നടക്കുക. ഇപ്പൊക്ക് പ്രാന്താണെന്നും പറഞ്ഞു 4 എണ്ണവും എന്നെയും പിടിച്ച് നേരെ ക്ലാസ്സിലേക്ക് പോയി. അടുത്ത പീരീഡ് അക്കൗണ്ടിങ് ആണ്. ഞങ്ങളുടെ മാത്രം ഫേവറേറ്റ് ഞങ്ങളുടെ പുഷ്പൻ സാർ. ആ സാറും ഫയർഫോഴ്സിൽ തന്നെയാണ് ജോലി. എന്ത് ഇഷ്ടമാണെന്നറിയോ. ആൾ നല്ല സ്വീറ്റാണ്, പക്ഷെ ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യക്കാരനാട്ടോ. അത് ഞങ്ങൾ ഈ കുറഞ്ഞ മാസം കൊണ്ട് തന്നെ മനസ്സിലാക്കി. സാറ് വന്ന് പഠിപ്പിക്കും, പിറ്റേ ദിവസം ചോദ്യം ചോദിക്കും. ഏതെങ്കിലും രീതിയിൽ സാറിനോട് ഡൗട്ട് ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്ത് തരികയും ചെയ്യും. പക്ഷെ സാറ് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കും. ഡൗട്ട് ചോദിക്കുന്നവർ സാറ് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ആൻസർ കൂടി കൊടുക്കാൻ ബാധ്യസ്ഥരാ. ഇല്ല എങ്കിൽ ഡൗട്ട് ചോദിക്കാൻ നിൽക്കരുത്. സാറ് ചോദ്യം ചോദിച്ചു തുടങ്ങിയാൽ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് വരെ അങ്ങ് ചോദിക്കും. എല്ലാവരും നൈസായിട്ട് നിന്ന് അടിയും വാങ്ങും. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നമ്മുടെ മാളു കൊച്ചിന് ഒരു ചെറിയൊരു ഹോബി ഉണ്ടെന്ന്. അത് ഇപ്പം കാണിച്ചു തരാം. നമ്മുടെ പുഷ്പൻ സാർ ക്ലാസ്സിൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് കൊടുത്തിരുന്നു ഹോംവർക്ക് ചെയ്തുകൊണ്ടുവരാൻ. നമ്മുടെ പിള്ളേരാരും ശ്രമിച്ചിട്ട് നടന്നില്ല. സാർ ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നും പറഞ്ഞു. എന്തുകൊണ്ട് ചെയ്തില്ല സാറേ, അത് മനസ്സിലായില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് പോലുള്ള ഇത്തിരി ഡിഫറെൻറ്റാണ്, അതുകൊണ്ടൊന്ന് പറഞ്ഞു തരണമെന്ന് നമ്മുടെ മാളൂട്ടി എന്നെ മുൻകൈ എടുത്ത് പറഞ്ഞു. സാറ് നൈസായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ സാറ് ചോദ്യം ചോദിക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ മാളൂട്ടിയോട് ചോദിച്ചു. മാളൂട്ടി അത്ര വിവരദോഷമൊന്നും അല്ലാത്തത് കൊണ്ട് അത്യാവശ്യം സാറിൻ്റെ മുമ്പിൽ നിൽക്കത്തക്ക രീതിയിലുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാൻ ബാധ്യസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ സാറ് ചോദിച്ച ഉടനെ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു. അത് പറഞ്ഞ് എല്ലാവരും ഒന്ന് ദീർഘനിശ്വാസം വിട്ട് സാറിനെ തന്നെ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. സാർ അടുത്ത ചോദ്യം നമ്മുടെ ഗായുവിനോട് ചോദിച്ചു. ഗായു നൈസായിട്ട് എഴുന്നേറ്റ് നിന്നു. അടുത്തത് ലിൻസിയോട്. ഞങ്ങൾ ബാക്ക് ബെഞ്ച് ഞങ്ങൾ 5 പേരും എഴുന്നേറ്റ് നിന്നു. ഞങ്ങൾക്ക് 5 പേർക്കും അറിയത്തില്ലെന്ന് ഉറപ്പായപ്പോൾ പിന്നെ ഇനി ആ ക്ലാസ്സിൽ ആരോടും ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് സാറിന്. എങ്കിലും ഒരു പ്രതീക്ഷ വെച്ച് സാറ് മുന്നിലത്തെ ബെഞ്ചിലെ ടിൻസിയോട് ചോദിച്ചു. ടിൻസിക്കും അറിയത്തില്ല. അനുവിനോട് ചോദിച്ചു. അനുവിനും അറിയത്തില്ല. പിന്നെ നേരെ വിദ്യയുടെ ബാച്ചിലേക്ക് പോയി. നീതു, ലിൻസി, തസ്നി, അങ്ങനെ ആ ബാച്ച് ഫുൾ 7 എണ്ണത്തിനെയും എഴുന്നേൽപ്പിച്ചു. ആർക്കും അറിയില്ല. സാറ് നേരെ അപ്പുറത്തെ ക്ലാസ്സിലുള്ള ശ്യാം സാറിൻ്റെ അടുത്ത് ചെന്ന് ചൂരൽ വാങ്ങിക്കൊണ്ടുവന്ന്. ശ്യാം സാറ് ചൂരൽ വാങ്ങിക്കുന്നത് കണ്ടുകൊണ്ട് സാറ് നൈസായിട്ട് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് നോക്കുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മുടെ മാളൂട്ടി ബാക്കി 4 എണ്ണത്തിനുള്ള ഭയങ്കര കത്തി വെച്ചോണ്ടിരുന്നപ്പോഴാണ് പുഷ്പൻ സാറ് ക്ലാസ്സിലേക്ക് വന്ന് നേരത്തി പിടിച്ച് എല്ലാത്തിനും കൊടുത്ത്. ലാസ്റ്റ് ബെഞ്ചിൽ അപ്പോഴും സംസാരം നടക്കും. ഞങ്ങൾ 5ഉം കൂടി അന്താരാഷ്ട്ര ചർച്ച പോലെ ക്ലാസ്സിൽ ലാസ്റ്റ് ബെഞ്ചിൽ 4 എണ്ണത്തിനും അഭിമുഖമായി നിന്ന് മാളൂട്ടി വളരെ സംസാരം നടക്കുക. സാർ അവിടെ അടിക്കുന്നുണ്ട് ഒരു വശത്ത്. അടിയെല്ലാം കഴിഞ്ഞ് സാറ് ക്ലാസ്സിലേക്ക് നോക്കുമ്പോൾ ലാസ്റ്റ് ബെഞ്ചിൽ 4 എണ്ണവും മുഖാമുഖം നോക്കി മാളൂട്ടിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. സാർ കുറേ നേരം കൈയും കെട്ടി നോക്കി നിന്നു. അത് കണ്ടുകൊണ്ട് ശ്യാം സാറും ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ വാതിലിലെത്തി. ഇതൊന്നും അറിയാതെ സംസാരത്തിൽ മുഴുകി നിൽക്കുന്ന മാളൂട്ടിയെ എല്ലാവരും നോക്കി നിന്നു. ലിൻസി പതിയെ നെജിയുടെയും ലജിനയുടെയും കയ്യിൽ ഒന്ന് തോണ്ടി. ഗായത്രി നേരത്തെ തന്നെ കണ്ടതുകൊണ്ട് സൈലൻ്റായിട്ട് നിന്നു. എന്നാൽ ഇവരോട് അപ്പോഴും കത്തി വെക്കുക നമ്മുടെ മാളൂട്ടി. പുഷ്പൻ സാർ അവിടെ നിന്നുകൊണ്ട് ഡി കടുകുമണി ഇഞ്ഞ് വന്നേ അത്രയും വിളിച്ചതും പെട്ടെന്ന് തന്നെ നമ്മുടെ മാളൂട്ടി തിരിഞ്ഞു നോക്കി. അവളെ മാത്രമേ ആ സാറ് ക്ലാസ്സിൽ
ഒന്നെങ്കിൽ കുരുട്ടടയ്ക്ക, അല്ല എങ്കിൽ കടുകുമണി എന്ന് വിളിക്കുന്നത്. കാരണം പൊട്ടിത്തെറിച്ച് നടക്കുന്ന നമ്മുടെ മാളൂട്ടിയെ കടുകുമണി എന്നാ സാറ് വിളിക്കുക. വളരെ സ്നേഹത്തോട് തന്നെയാണ് സാറ് കടുകുമണി എന്ന് വിളിക്കുന്നത്. ആ വിളി കേട്ടതും പെട്ടെന്ന് സാറിനെ തിരിഞ്ഞു നോക്കിയതും, ഇനി വന്നേ, നിനക്കല്ലായിരുന്നോ ഡൗട്ട്, ക്ലിയർ ചെയ്യാം, അത്രയും പറഞ്ഞ് എന്നെ ബോർഡിനടുത്തേക്ക് വിളിച്ചു. നമ്മുടെ മാളൂട്ടി മന്ദം ബോർഡിനടുത്തേക്ക് ചെന്നപ്പോൾ സാറ് കയ്യിലേക്ക് ടെക്സ്റ്റ് കൊടുത്ത് ചെയ്യാൻ പറഞ്ഞു. സാറ് പറഞ്ഞ് ഏകദേശം ഒരു രൂപമുള്ളത് കൊണ്ട് നമ്മുടെ മാളൂട്ടി കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് അത് സോൾവ് ചെയ്ത്. ഇത് ഇത്ര എളുപ്പമായിട്ടാണോ നീ ഞങ്ങളോട് ചോദിച്ചത്? സാറ് ചോദിച്ചതും, അല്ല, ഒരു ചെറിയ ഡൗട്ട് അത്രേ ഉള്ളായിരുന്നു. എന്നിട്ട് നീ എൻ്റെ ഇത്രയും ടൈം ആകെപ്പാട് ആഴ്ചയിൽ 2 ദിവസങ്ങൾ, ഈ 2 ദിവസത്തിൽ ഒരു ദിവസം നീ ഇങ്ങനെ കുരുത്തക്കേട് കാണിച്ച് ഈ ഒരു ക്ലാസ് കളഞ്ഞാലോ? സാറേ, എന്ത് പഠിച്ചാലും നല്ല തറവായിട്ട് പഠിച്ച് വേണം പോണ്ട. അതുകൊണ്ടൊരു ഇത്തിരി സമയം പോയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഈ ക്ലാസ്സിലുള്ള എല്ലാവർക്കും കാര്യം മനസ്സിലായി കാണും. അത് പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കിയതും വിദ്യയുടെ ഭാഗത്തു നിന്ന് എല്ലാവരുടെയും രൂക്ഷമായ നോട്ടം കണ്ടതും ഇതിൽ ദയനീയമായിരിക്കും മറുവശത്തുള്ളതെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ തല കുനിച്ചു തന്നെ നിന്നു. ഇവളുടെ നിൽപ്പ് കണ്ടപ്പോൾ പുഷ്പൻ സാർ പറഞ്ഞു, നീ എന്തായാലും ലാസ്റ്റ് ബെഞ്ചിലേക്ക് പോകണം, നീ എൻ്റെ ഒപ്പം ഫസ്റ്റ് ബെഞ്ചിലിരുന്നാൽ മതി. അത്രയും പറഞ്ഞ് അവളെ പിടിച്ച് അടുത്ത് തന്നെ ഇരുത്തി ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ക്ലാസ്സിൽ മറ്റുള്ളവർക്കും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു. അപ്പോഴും ബാക്ക് ബെഞ്ചിരിക്കുന്ന 4 എണ്ണത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മാളുവിൽ തന്നെയാണ്. ഒരു വഴി തെറ്റിപ്പോലും അവരെ ഒന്ന് തിരിഞ്ഞ് നമ്മുടെ മാളൂട്ടി നോക്കില്ല. കാരണം പറയാം, ഈ അടി കൊള്ളാൻ കാരണക്കാരി താനാ, അതുപോലെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തതും താനാ. എത്ര വട്ടം ലജിന പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം, ഈ ഡൗട്ട് സാറിനോട് ചോദിക്കണം. അതുപോരാ, സാറ് തന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്തു തരണം. അത്രയും പറഞ്ഞത് അവൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നോക്കിയാലോ അവരുടെ അടുത്തേക്ക് ചെന്നാലോ തൻ്റെ ശരീരത്തിന് ഹാനികരമാണ് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് സാറ് തന്നെ അങ്ങോട്ട് വിടാതെ ഇവിടെ പിടിച്ചിരുത്തിയപ്പോൾ ഒരു എതിർപ്പും പറയാതെ സാറിൻ്റെ അടുത്ത് തന്നെ ഇരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് സാറിൻ്റെ പീരീഡ് കഴിഞ്ഞ് പോയി. മോൾ ഇനി നേരെ ചെന്നില്ല, അതുങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ടിക്കോ, അത്രയും പറഞ്ഞുകൊണ്ട് പുഷ്പൻ സാർ ക്ലാസ്സിൽ നിന്നും പോയി. ക്ലാസ് കഴിഞ്ഞതും തൻ്റെ പുസ്തകവും എടുത്തുകൊണ്ട് മാളൂട്ടി നേരെ അവരുടെ അടുത്തേക്ക് മന്ദം പോയപ്പോഴാണ് ഫ്രണ്ട് ബെഞ്ചിരിക്കുന്ന 2 എണ്ണം പല്ലും കടിച്ചു പിടിച്ച് അവളെ നോക്കുന്നത്. എന്നാൽ ഇതിൽ ദയനീയമായിരുന്നു 4 എണ്ണം. പിടിച്ച് വളഞ്ഞിട്ട് പൊതിരെ തന്നു. 4 എണ്ണം കയ്യിൽ ചുമന്ന് കിടക്കുന്ന പാടുകൂടി കാട്ടിക്കൊടുത്തപ്പോൾ അവൾക്ക് വേണ്ടായിരുന്നു എന്ന് തന്നെ തോന്നി. നമ്മുടെ മാളൂട്ടി പോട്ടെന്ന് വിചാരിച്ച് പറഞ്ഞു. അപ്പോഴാണ് ലിൻസി മറ്റൊരു കാര്യം അവളോട് പറഞ്ഞു. ഈ മാളൂട്ടി വിളിച്ചു ഒരുപാട് കുഴഞ്ഞു. അവളെ വീട്ടിൽ വിളിക്കുന്ന പേരല്ലേ മാളു, പഠിക്കുന്നിടത്ത് വിളിക്കുന്നത് അപ്പു എന്ന അപർണ എന്നല്ലേ? അതുകൊണ്ട് നമുക്ക് ഇനി തൊട്ട് നമ്മുടെ മാളൂട്ടിയെ അപ്പു എന്ന് വിളിക്കാം. വീട്ടിൽ ചെല്ലുമ്പോൾ മാത്രം മാളൂട്ടി, എല്ലാവരുടെയും മാളൂട്ടിയായിട്ട് തന്നെ ഇരിക്കട്ടെ. നമ്മുടെ അപർണ എന്ന അപ്പു എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത് ആവശ്യത്തിന് വാങ്ങിക്കൂട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് ഇടിവെട്ട് പോലെ നമ്മുടെ ലിൻസി അവളോട് മറ്റൊരു കാര്യം പറയണേ. എൻ്റെ അപ്പൂസേ, നിനക്ക് നല്ലൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താ എന്നർത്ഥത്തിൽ അവളും ബാക്കി 4 എണ്ണവും കൂടി അവളെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. എന്തെന്നർത്ഥത്തിൽ അവൾ നോക്കിയതും മറ്റൊന്നുമല്ല, നിന്നെ കടുകുമണി എന്ന് വിളിച്ചപ്പോഴും നിന്നെ അടിക്കുമ്പോഴും നിന്നെ പിടിച്ച് ഫസ്റ്റ് ബെഞ്ചിലിരുത്തിയപ്പോഴും നിന്നെ കൊണ്ട് ബോർഡിൽ കണക്ക് ചെയ്യിച്ചപ്പോഴും ഒരാൾ മാത്രം നിന്നെ ശ്രദ്ധിച്ച് നിൽക്കുന്നത് കണ്ടു. അതുമാത്രമല്ല, നിന്നെ കടുകുമണി എന്ന് വിളിച്ചപ്പോൾ ഇനി ഇല്ലാത്ത രീതിയിലുള്ള പൊട്ടിച്ചിരിയും. ആരെന്നർത്ഥത്തിൽ അവൾ നോക്കിയപ്പോൾ വേറെ ആരുമല്ല, നിൻ്റെ കുഞ്ഞിക്കണ്ണനായിരുന്നു. ആ വിളിത കുഞ്ഞിക്കണ്ണനോ? എടി, നിൻ്റെ ശ്യാം സാറ് തന്നെയാ ആ വിളി കേട്ട് ചിരിച്ചത്, വേറെ ആരുമല്ല. അത് പറഞ്ഞതും എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. അത് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ ലജിന എല്ലാവരോടുമായി പറഞ്ഞു. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത്, തങ്ങളുടെ ക്ലാസ്സിലുള്ള ബാക്കി ആർക്കും അറിയില്ല ഈ ഒരു കാര്യം. ഇന്നത്തോടെ അതും ഫ്ലാഷായി. അതുമാത്രമല്ല, ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ദിവ്യയില്ലേ, അപ്പുറത്തെ ബാച്ച് ഗ്രൂപ്പ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഞങ്ങളുടെ ശത്രു, അവൾക്ക് നമ്മുടെ ശ്യാം സാറിലൊരു നോട്ടമുണ്ടായിരുന്നു. നമ്മുടെ അപ്പുവിൻ്റെ കണ്ണ് ശ്യാം സാറിൻ്റെ പുറത്താണെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ ദിവ്യ നൈസായിട്ട് അതങ്ങ് വിട്ടു. ഇല്ല എങ്കിൽ ഏത് വഴി അവൾക്ക് പണി കിട്ടുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് മാത്രം നമ്മുടെ കൊച്ചു ഡീസൻ്റായി.
അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസം കൂടി കടന്നുപോയി. ഒരു ദിവസം ക്ലാസ്സിൽ ഭയങ്കര ബഹളമായതിനാൽ തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ട് നിന്ന സാറായിരുന്നു ശ്യാം സാർ. സാർ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് വന്ന് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ വാതിൽക്കൽ വന്ന് നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കിയപ്പോൾ ബെഞ്ചിൻ്റെ പുറത്ത് കയറി ഇന്ന് ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളോട് സംസാരിക്കുന്ന നമ്മുടെ അപ്പൂസിനെ കണ്ട് ഒന്ന് ചിരിച്ചു. അതിനുശേഷം അവിടെ തന്നെ കൈയും കെട്ടി നിന്ന് എല്ലാവരെയും ഒന്ന് വീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എല്ലാവരും പരസ്പരം തോണ്ടിക്കൊണ്ട് സൈലൻ്റ് ആകുന്നത്. നമ്മുടെ അപ്പു ഇനിയില്ലാത്ത സംസാരവും കാര്യങ്ങളും ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി ഓരോരുത്തരോട് പറയും. എന്നാൽ ബാക്കിയുള്ളവർ ഇതെല്ലാം മൂളലോടെ മാത്രം കേൾക്കുന്നതല്ല. അവൾക്ക് റിപ്ലൈ ഒന്നുമില്ല. നിങ്ങളെന്താ എല്ലാവരും മൂളുന്നത്, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്, അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ഇരിക്കുന്നതിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റു. ബെഞ്ചിൽ നിന്നും താഴെ ഇറങ്ങി എല്ലാവരോടും എന്താ സൈലൻ്റായി എന്നുള്ള കാര്യം തിരക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ബാക്ക് ബെഞ്ചിലേക്ക് തൻ്റെ ബാക്കി ക്രൈം പാർട്ട്നേഴ്സ് എന്തൊക്കെ കണ്ടുകൊണ്ട് ആംഗ്യം കാട്ടുന്നത്. അത് കാര്യം മനസ്സിലായില്ല. പിന്നെയും തൻ്റെ സുഹൃത്തുക്കളോട് വാതോരാതെ സംസാരിക്കുന്നവൾ സംസാരം നിർത്തില്ല എന്ന് മനസ്സിലായതും ശ്യാം സാർ പിറകിൽ നിന്നും ഡി കടുകുമണി എന്നൊരു വിളി കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി. ആ സൗണ്ട് നല്ല പരിചയമായതുകൊണ്ട് അത് ശ്യാം സാറാണെന്ന് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അതിനാലാണ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത്. അതെ, അപ്പുറത്ത് ഞാൻ ഒന്ന് ക്ലാസ് എടുത്തോട്ടെ, നിങ്ങളിവിടെ ഒന്ന് സൈലൻ്റായി ഇരുന്നാൽ വലിയ ഉപകാരമായിരുന്നു. അവൾ തലയാട്ടി. ഇനി സൗണ്ട് ഉണ്ടാകില്ല. എനിക്ക് നിന്നെ വിശ്വാസം പോരാ, അതുകൊണ്ട് കയ്യിൽ ഏതാ ടെക്സ്റ്റ് ഉള്ളത്, അക്കൗണ്ടിങ്ങിൻ്റെ ടെക്സ്റ്റ് ഉണ്ടോ? ഉണ്ടെന്നർത്ഥത്തിൽ അവൾ തലയാട്ടി. ഇനി എടുക്കാൻ പറഞ്ഞു. പുഷ്പൻ സാർ പഠിപ്പിച്ച അതിൽ നിന്ന് തന്നെ ഒരു വെറൈറ്റി തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സോൾവ് ചെയ്ത് നേരെ അപ്പുറത്തെ ക്ലാസ്സിലേക്ക് വരാൻ പറഞ്ഞു. പെട്ടെന്നായിരിക്കും 5 മിനിറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് തന്നെ ഒരു ബുക്കിൻ്റെ പിന്നിലേക്ക് ഈ സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം എഴുതി പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തു. നമ്മുടെ മാളൂട്ടി തന്നെ അപ്പു തന്നെ ആദ്യം ശ്യാം സാറിൻ്റെ അടുത്തേക്ക് പോയി. എന്തായാലും ബാക്കിയുള്ളവരാരും അത് എതിർക്കാനും നിന്നില്ല. നമ്മുടെ അപ്പു അല്ലേ ക്ലാസ്സിലിടാം, പോയി വാങ്ങിക്കാനുള്ള അവൾ വാങ്ങിച്ചിട്ട് വരട്ടെ എന്ന് കരുതി. പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ അപ്പു ചെയ്തു കേട്ടോ. സോൾവ് ചെയ്ത പ്രോബ്ലമായിട്ടല്ല ക്ലാസ്സിലേക്ക് പോയി, ഞങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്തു എന്ന് മാത്രം പറയാൻ സാറിൻ്റെ അടുത്തേക്ക് പോയി. സാർ അവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ട് സാറ് നേരെ തിരിച്ച് അപ്പുവിൻ്റെയൊക്കെ ക്ലാസ്സിൽ വന്ന് ചെയ്ത പ്രോബ്ലം കറക്റ്റാണോ എന്ന് നോക്കി. കറക്റ്റായ രീതിയിൽ തന്നെയായിരുന്നു. അവർ 5 പേർ മാത്രം കറക്റ്റായി പ്രോബ്ലം സോൾവ് ചെയ്യും. ബാക്കി ആരും അത്ര സ്പീഡപ്പ് ആയിട്ടില്ല. ഇനി ഇന്ന് സംസാരിക്കാനാണോ അടുത്ത ഭാവം 5 എണ്ണവും കൂടി? എനിക്കറിയാം നീ 5 എണ്ണവും പെട്ടെന്ന് ചെയ്യുമെന്നുള്ള, അതുകൊണ്ട് അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞു സാർ വീണ്ടും അടുത്ത പ്രോബ്ലം കൊടുത്തു. മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞ് ഇതേ ആൻസർ ആണെങ്കിൽ അടുത്ത പ്രോബ്ലം അവർക്കും കൊടുക്കാൻ പറഞ്ഞ് സാർ ക്ലാസ് വിട്ടുപോയി. അപ്പോഴേക്കും ബെല്ലടിച്ചു. ഇയാൾ എന്തൊരു സാധനമാടി, നീ ഇയാളെയാണ് പ്രേമിക്കുന്നത്? അയ്യേ, ഇതിൽ എത്രയോ ഭേദം നല്ല ആമ്പിള്ളേരെ കിട്ടി, നീ എന്തിനാണ് ഇയാളുടെ പുറകെ നടക്കുന്നത്? നമ്മുടെ ഗായത്രിയുടെ വകയായിരുന്നു ഈ പ്രാവശ്യത്തെ അവളെ ഉപദേശം. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് അയാളോട് പ്രേമമെന്ന്. അയാളുടെ കണ്ണുകളോട് ഒരു അല്പം അട്രാക്ഷൻ ഉണ്ടെന്നല്ലാതെ അയാളോട് എനിക്ക് അങ്ങനെയുള്ള പ്രേമമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും കാണുന്നുണ്ട് നിനക്ക് അയാളെ കാണുമ്പോൾ ഉള്ള ആ ഇളക്കം. എന്തിളക്കം? നിൻ്റെ നട്ടും ബോൾട്ടും എവിടെയൊക്കെ ലൂസാണ്. അയാളെ കാണുമ്പോൾ മാത്രം അതെല്ലാം ഒരുപാട് ലൂസാവുന്നു. അതെല്ലാം മുറുക്കാനുള്ള ആൾ അധികം വൈകാതെ എത്തും മോളെ. അത്രയും പറഞ്ഞ് അവരെല്ലാവരും നേരെ BCom ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും BA ഡിപ്പാർട്ട്മെൻ്റ് അല്ല ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അടുത്ത ഹവറും അതിനടുത്ത ഹവറും മലയാളവും ഇംഗ്ലീഷും ആയതുകൊണ്ട് ഇംഗ്ലീഷ് എടുക്കുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പളും മലയാളം എടുക്കുന്നത് ഞങ്ങളുടെ മലയാളം സാർ, ഞങ്ങളുടെ എല്ലാം ഫേവറേറ്റ് സാറായതുകൊണ്ട് ഒരു എതിർപ്പും ആർക്കും ഉണ്ടായില്ല. എല്ലാവരും BA ഡിപ്പാർട്ട്മെൻറ്റിലെ ഹ്യൂമാനിറ്റീസ് ഫസ്റ്റ് ഇയറിലേക്ക് പോയിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ 52 ആൾക്കാരുള്ള ആ ക്ലാസ്സിൽ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ തന്നെ പോയി. ഞങ്ങൾ 25 പേരും ഇരുന്നു. ഈ 25 പേരിൽ ഏറ്റവും ബാക്കിലാണ് ഞങ്ങൾ 5 എണ്ണവും ഇരുന്നത്. ഞങ്ങളുടെ അവിടുത്തെ സാറന്മാർക്കെല്ലാം ഏകദേശം ഈ കാലയളവിൽ തന്നെ ഞങ്ങളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞങ്ങളെ 5നെ ഒരുമിച്ച് ഒരു ബെഞ്ചിൽ ഇരുത്തത്തില്ല. അത് അവിടുത്തെ സാറന്മാരുടെ ഇപ്പോഴത്തെ ശീലമാണ്. ഞങ്ങൾ 5 പേരും എത്ര പിടിച്ച് മാറ്റിയിരുത്തിയാലും 5 പേരും കാന്തം മുട്ടുന്നത് പോലെ ഓരോ ഹവർ കഴിയുമ്പോൾ ഒന്നിച്ചേ ഇരിക്കാറുള്ളൂ. ഒന്നിച്ചായി എല്ലാം ചെയ്യാൻ പോകുന്നതും എവിടെ പോയാലും 5 പേരും ഒന്നിച്ച്. വീട്ടിലോട്ട് പോകുന്ന റൂട്ട് മാത്രം ഒന്നിച്ചല്ലാത്തത് കൊണ്ട്
ഞങ്ങൾ 4 ഒരു റൂട്ടിലേക്കും ലജിന മറ്റൊരു റൂട്ടിലേക്കുമാണ് പോകുന്നത്. ക്ലാസ്സിലേക്ക് കയറി വന്ന പ്രിൻസിപ്പൾ എല്ലാവരെയും ഒന്ന് വീക്ഷിച്ചു. എന്തേ ബികോം ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചതും ഞങ്ങൾ 25 പേരും എഴുന്നേറ്റ് നിന്നു. ഇരിക്കാൻ പറഞ്ഞതും സാർ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഞങ്ങൾ 5 ഏറ്റവും ബാക്ക് ബെഞ്ചിൽ പോയിരിക്കുന്നത്. ആ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കാന്താരിയും ഗ്രൂപ്പും ഒന്ന് എഴുന്നേറ്റേ. ഞങ്ങൾ 5 എഴുന്നേറ്റു. ഇനി മുന്നിലേക്ക് വാ, നീ 5 അവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല. അത്രയും പറഞ്ഞ് സാർ ഓരോ ബെഞ്ചിൻ്റെ അറ്റത്തു നിന്നും ഓരോ കുട്ടികളെ പിടിച്ച് പുറകിലേട്ടിരുത്തി ഇവരെ 5 പേരെയും ആ ബെഞ്ചിൻ്റെ സൈഡിലേക്ക് തന്നെ ഇരുത്തി. ഇനി ക്ലാസ് തുടങ്ങാമല്ലോ എന്ന് പറഞ്ഞ് സാർ ക്ലാസ് തുടങ്ങാൻ തുടങ്ങി. സാർ ക്ലാസ് എല്ലാം തീർന്ന് ഒരു എസ്സേ കൂടി കൊടുത്തതിന് ശേഷം സാർ പറഞ്ഞു, നാളെ 8 മണിക്ക് തന്നെ എല്ലാവരും എത്തണം, ഈ എസ്സേ എഴുതി കാട്ടുകയും വേണം. പിന്നെ 8 മണിക്ക് വന്നാൽ എല്ലാവരും അപ്പോൾ മാത്രം എസ്സേ എഴുതിയാൽ മതി എന്ന് വല്ല ഭാവമുണ്ടെങ്കിൽ അത് എല്ലാവരും എത്തിയില്ലെങ്കിൽ ഉച്ചലത്തേക്ക് മാറ്റും ഞാൻ. അതുകൊണ്ട് നേരത്തെ വന്ന് എഴുതി കാട്ടിയാൽ അപ്പോൾ തന്നെ പേപ്പർ നോക്കി വാങ്ങിക്കാനുള്ള കൈപ്പറ്റാം അന്നേരം തന്നെ. എല്ലാ സാറന്മാരും എല്ലാ കുട്ടികളുടെയും മുന്നിൽ നിന്ന് അടി വാങ്ങിയ നാണക്കേടുള്ളവർക്ക് അപ്പോൾ വന്ന് എഴുതുന്നതല്ലേ ബെറ്റർ. സാർ തന്നെ ഒരു ഓപ്ഷൻ അങ്ങോട്ട് വെച്ചു. എല്ലാവരും അത് മതി എന്ന അർത്ഥത്തിൽ തലയാട്ടി. പിറ്റേന്ന് അതുപോലെ തന്നെ സാർ പറഞ്ഞതുപോലെ 52 പേരുള്ള ക്ലാസ്സിൽ വെറും 20 പേര്. ഞങ്ങൾ കൊമേഴ്സുകാർ 25 പേരും അതേ ടൈമിൽ ഹാജർ. കൊമേഴ്സുകാർക്ക് ബുദ്ധിയുണ്ട്. എന്തായാലും ഹ്യൂമാനിറ്റീസുകാർ അങ്ങോട്ട് മാറി കൊമേഴ്സുകാർ എഴുതാൻ പറഞ്ഞു. ഞങ്ങൾ 25 പേരും ആ ഒരു സൈഡിലെ ബെഞ്ചിൽ പലയിടത്തായിട്ടിരുന്ന് എസ്സേ എഴുതി കൊടുത്തു. എല്ലാവർക്കും ഒന്നും അത്രയൊന്നും അറിയില്ല എങ്കിലും എല്ലാവരും തട്ടിക്കൂട്ടി ആ എസ്സേ എഴുതി കൊടുത്തു. സാർ എല്ലാവരുടെയും പേപ്പർ നോക്കി. അതിൽ ലജിനയുടെ പേപ്പർ മാത്രം മാറ്റിവെച്ച് ബാക്കി എല്ലാത്തിനും നല്ല വയറ് നിറച്ച് വഴക്കും കൊടുത്തു, കൈ നിറയെ അടിയും കൊടുത്തു. സാർ പിടിച്ചിരുത്തി എല്ലാവർക്കും എംപോസിഷൻ കൊടുത്തു. ഞങ്ങൾക്ക് അന്നേരം ഡൗട്ട്, ലജിന ഇന്നലെ ഫുള്ള് അവളെ കെട്ടാൻ പോകുന്ന ആളോട് സംസാരമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇവളിത് എപ്പോൾ പഠിച്ചു എന്നായിരുന്നു ഡൗട്ട്. തലയും കുത്തി നിന്ന് ഞങ്ങൾ ഒരു രാത്രി മൊത്തവും പഠിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി 5 മിനിറ്റ് ബുക്ക് തുറന്ന് വായിച്ച അവൾക്ക് ഇത്ര പെട്ടെന്നോ? ഞങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അവളോട് തന്നെ ചോദിച്ചു. എടി, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിച്ചതായതുകൊണ്ട് എല്ലാ എസ്സേയും 5-10 മിനിറ്റ് മാത്രം ഞാനൊന്ന് തുറന്ന് വായിച്ചാൽ ബൈഹാർട്ടാവും. പിന്നെ ഇതിനകത്തുള്ള ഏകദേശം എല്ലാ വേർഡ്സൊന്നും സാറ് തന്നതുപോലെ ഒന്നുമല്ല, ഏകദേശം ആ ഒരു അർത്ഥം വരുന്നതും മാത്രമാണ് ഞാൻ എഴുതി കൂട്ടിയത്. അത് വായിച്ച സാറിനത് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും എൻ്റെത് മാറ്റി. അപ്പോഴാണ് ഞങ്ങൾക്കും മനസ്സിലായത് സാറ് തന്ന ആ എസ്സേ അതുപോലെ തന്നെ പകർത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത്, അല്ലാതെ ഞങ്ങളുടേതായ രീതിയിൽ എഴുതാനല്ല ഞങ്ങൾ ശ്രമിച്ചത്. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ പോയി. ഉച്ച കഴിഞ്ഞതോടുകൂടി താഴെ നിന്നും അടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നും താഴേക്ക് നോക്കുന്നത്. ക്ലാസ്സിൽ ഹ്യൂമാനിറ്റീസുകാരെ എല്ലാവരെയും പുറത്ത് നിരത്തി അടിക്കുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ 25 പേരും ആ മതിലിൻ്റെ സൈഡിൽ തന്നെ നിന്നുകൊണ്ട് താഴേക്ക് നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്ന് നിന്നത്. ഇവളുമാർക്ക് ഇങ്ങനെ തന്നെ വേണം, അത്യാവശ്യം. ഇവളുമാരോട് സാറ് പറഞ്ഞതാ രാവിലെ തന്നെ വരണേന്ന്. രാവിലെ വന്നായിരുന്നെങ്കിലോ ഞങ്ങൾ കടി കൊണ്ടതുപോലെ. ആരെങ്കിലും അറിയോ ഞങ്ങൾ കടി കൊണ്ടെന്ന്? ആരും അറിഞ്ഞില്ല ഞങ്ങളെ അടിച്ചത്, ഞങ്ങൾ എഴുതി കാണിച്ചത് പോലും. ഇവളുമാരുടെ ഒന്നും തലയിൽ ആള് താമസമില്ല. ഇങ്ങനൊക്കെ നടക്കുക ബ്ലഡി ഫൂൾസ്. അത്രയും പറഞ്ഞുകൊണ്ടാണ് തൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ശ്യാം സാറാണ്. നമ്മുടെ അപ്പൂൻ്റെ സംസാരം കേട്ടിന് സാറിന് ചിരിക്കണോ കരയണോ എന്ന രീതിയിൽ എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുക. സാറോ എപ്പം വന്ന്? ഞാൻ വന്നിട്ട് വർഷം കുറേയായി. എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ താൻ. ഇവിടെയുള്ള സാറന്മാരെല്ലാവരും പറഞ്ഞ് ബികോം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു വാല് കളിച്ച സാധനമുണ്ട്, കടുകുമണിയാണെന്ന് പറഞ്ഞ്. താനാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. താൻ അന്നേരം അറിഞ്ഞു വെച്ചോണ്ട് എല്ലാവർക്കും പണി കൊടുക്കുന്ന. അതുമാത്രമല്ല, നമ്മുടെ പ്രിൻസിപ്പളും ഇയാളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ്. സാറോ എന്നെക്കുറിച്ചോ? എന്ത്? അതോ, തനിക്ക് എന്തെങ്കിലും സാറിനോട് പറയാനുണ്ടെങ്കിൽ അത് രാവിലെ വന്ന ക്ലാസ്സിൽ നിന്ന് ഘോരം പ്രസംഗിച്ച് കാര്യങ്ങൾ സാധിക്കും. അതുവഴിയല്ലേ താൻ ഇവിടെ നിന്നും ഒരു ഇംഗ്ലീഷ് സാറിനെ പുറത്താക്കിയത്? ഞാനോ? ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ അപ്പു എക്സ്പ്രഷൻ വാരി വിതറി അങ്ങ് നിഷ്കളങ്കയായി സംസാരിക്കാൻ തുടങ്ങി.
എൻ്റെ പൊന്ന് കടുകുമണി, ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ അത് എന്നോട് പറയണം കേട്ടോ. അല്ലാതെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണി തരരുത്. പിന്നെ ജീവിക്കാൻ മാർഗമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഇങ്ങനെ വരുന്നത്. ഒരു പാഷൻ പഠിപ്പിക്കണമെന്നുള്ളത്. പിന്നെ ഞങ്ങൾക്കറിയാവുന്ന കുറച്ച് അറിവുകൾ മറ്റു കുഞ്ഞുങ്ങൾക്കൊന്ന് പകർന്നു കൊടുക്കുക. അതുവഴി ഞങ്ങൾക്കും കുറേ അറിവുകൾ കിട്ടുമല്ലോ. അത്രമാത്രമേ ഉദ്ദേശിക്കുന്നു. ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയെടുത്ത് പ്ലീസ്. അത്രയും പറഞ്ഞുകൊണ്ട് സാർ പോയതും ക്ലാസ്സിലൊരു കൂട്ടച്ചിരി തന്നെയായിരുന്നു. എന്തെന്നർത്ഥത്തിൽ അവൾ തിരിഞ്ഞു നോക്കിയതും പ്ലീസ് ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിടരുത്. അവൾമാർ പിന്നെ എന്നെ കളിയാക്കാൻ തുടങ്ങി. കളിയാക്കാൻ സഹിക്കാൻ വയ്യാതെ എല്ലാവരോടും പറഞ്ഞു, ഇനി ഇവിടെ കിടന്ന് സംസാരിച്ചാൽ നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് പേര് കൊടുക്കും. പിന്നെ സാറിൻ്റെ കയ്യിൽ നിന്ന് എംപോസിഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഓർമ്മിപ്പിച്ച് എല്ലാത്തിനും ഞാൻ പണി തരും. വേണോ വേണ്ടായോ? വേണ്ട എന്നർത്ഥത്തിൽ എല്ലാവരും തലയാട്ടി നല്ല പിള്ളേരായിരുന്നു. നമ്മുടെ അപ്പു പറഞ്ഞതുപോലെ തന്നെ നല്ല 8ൻ്റെ പണി തന്നെ കൊടുക്കും. ഒരു നട്ടും ബോൾട്ടും ലൂസായതുകൊണ്ട് ഒട്ടും അമാന്തിക്കത്തില്ല. തിരിച്ചും മറിച്ചും ചിന്തിക്കാതെ തന്നെ പണി കൊടുത്ത് അത് തനിക്ക് തിരിഞ്ഞ് ബൂമറാങ് പോലെ വന്നാലും കൊടുക്കാനുള്ള പണി ആർക്കായാലും കൊടുത്തിരിക്കും. അതാണ് നമ്മുടെ അപ്പുവിൻ്റെ പോളിസി. അടിയും വഴക്കും പാരവപ്പും ഒക്കെ ആയി ഫസ്റ്റ് ഇയർ കഴിഞ്ഞു പോയി. സെക്കൻഡ് ഇയറിലോട്ട് കയറി ഒരാഴ്ച കഴിഞ്ഞതും പതിവില്ലാത്ത കൂട്ടി ശ്യാം സാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടതുകൊണ്ട് നമ്മുടെ അപ്പു കൊച്ചിൻ്റെ കണ്ണ് സാറിൻ്റെ കയ്യിൽ കൂടെ തന്നെയായിരുന്നു. സാർ എന്തൊക്കെയോ കയ്യിലിരിക്കുന്ന ഒരു പേപ്പർ എല്ലാ സാറന്മാരുടെയും ക്ലാസ്സിൽ കയറി എല്ലാവർക്കും കൊടുക്കുന്നു. കൂട്ടത്തിൽ പ്രിൻസിപ്പളിനും കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിലും എത്തി. ഞങ്ങളുടെ ക്ലാസ്സിൽ പുഷ്പൻ സാർ ക്ലാസ് എടുക്കുകയായിരുന്നു. സാറിൻ്റെ കയ്യിലേക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ട് എൻ്റെ വിവാഹമാണ്, എത്തണം. അതുകൂടാതെ പുഷ്പൻ സാറിനോട് പറഞ്ഞു ഞാൻ ക്ലാസ്സിലോട്ടൊന്ന് കയറിക്കോട്ടെ. ക്ലാസ്സിൽ കയറി തന്നെ ഒന്ന് നോക്കി. കടുകുമണി വിളിച്ചതും താൻ എഴുന്നേറ്റു. എൻ്റെ കയ്യിലേക്ക് ഒരു ലെറ്റർ തന്നു. കടുകുമണിയെ പ്രത്യേകം ക്ഷണിക്കുക, എൻ്റെ വിവാഹമാണ്. പിന്നെ കടുകുമണിയെ മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള എല്ലാ എണ്ണത്തിനെയും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും കല്യാണത്തിന് വരണം. ഇനി ഒരാഴ്ചയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും എത്തണമെന്ന് സാർ എല്ലാവരെയും വിളിച്ചുകൊണ്ട് സാർ പുറത്തേക്ക് പോയി. പുഷ്പൻ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞതും എല്ലാവരും കൂടി കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി, അയ്യോ കാക്കച്ചി കൊത്തിപ്പോയി. പിന്നെ നമ്മുടെ അപ്പുവിനെ അതും പറഞ്ഞുകൊണ്ട് എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. നല്ല കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി ആയതുകൊണ്ട് ഇതൊന്നും നമ്മുടെ കൊച്ചിൻ്റെ ശരീരത്തിൽ ഏറ്റതേയില്ല. ഒരു കൂസലുമില്ലാതെ ഇരിക്കുന്ന തൻ്റെ അടുത്തേക്ക് ബാക്കി 4 എണ്ണം, നിനക്ക് വിഷമമൊന്നുമില്ലേ? എന്തിന്? അല്ല അയാൾ വേറെ കല്യാണം കഴിച്ചു. ഒന്ന് പോടാപ്പ, നിന്നോട് അന്ന് തൊട്ട് ഞാൻ പറയുന്നില്ലേ, എനിക്ക് അയാളോട് പ്രത്യേകിച്ച് അട്രാക്ഷൻ ഒന്നുമില്ല. അയാളുടെ കണ്ണുകളോട് ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നി, അത്രമാത്രം. അന്ന് തൊട്ട് നിന്നോടെല്ലാം ഞാൻ ക്ലിയർ ആയതേയില്ലേ. ആ കുഞ്ഞിക്കണ്ണും, നീ എപ്പോഴെങ്കിലും സാറിൻ്റെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പീലികളെല്ലാം ഇങ്ങനെ നീണ്ടു നിവർന്ന് എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ കണ്ണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുകൂടാതെ ആ പൂച്ചക്കണ്ണിനൊരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്. നിങ്ങളാരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതറിയാൻ പറ്റാത്തത്. അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. അവൾക്ക് വിഷമം കാണും അല്ലേ? എവിടെ? അവളുടെ ആ പോക്കും വരവും കണ്ടിട്ട് നിനക്ക് തോന്നിയില്ലേ ഗായു? അവൾക്ക് വിഷമമുണ്ടെന്ന് തോന്നുന്നോ? നേജിയ, അത് പോയത് അപ്പുവ, അല്ലാതെ ഗായു അല്ല. ഒരു കാര്യത്തിൻ്റെ പിറകെ വേണമെന്ന് വാശി പിടിച്ച് കരയാനോ അല്ലെങ്കിൽ അത് കൈവിട്ടു പോയാൽ ഇരുന്ന് കരയാനോ അത് ഗായു അല്ല. ഒന്നുകൂടി കേട്ടു, അത് അപ്പുവ. അതുകൊണ്ട് നിങ്ങളാരും അവളെ വിചാരിച്ച് വിഷമിക്കാനോ അല്ലെങ്കിൽ അവളെ കളിയാക്കാനോ നിൽക്കണം. നിങ്ങൾക്ക് തന്നെ പണി വാങ്ങിച്ച് കൂട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇനി നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നതിലേക്ക് ഏറ്റവും ബെറ്റർ. അങ്ങനെ ഒരു 2 മാസം കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ലജിനയുടെ കല്യാണമായി. ലജിനയുടെ കല്യാണം പ്രമാണിച്ച് അവൾ ലീവിലായപ്പോൾ ബാക്കി 4 എണ്ണം. ലജിന ഇല്ലാത്തത് കൊണ്ട് ഒരു രസവുമില്ലായിരുന്നു. ക്ലാസ്സുകൾ ദിവസവും ബോറിങ്ങായി തന്നെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. പിന്നീട് അങ്ങോട്ട് അവരുടെ ക്ലാസ്സിലേക്ക് മാനേജ്മെൻറ്റ് പഠിപ്പിക്കാൻ മറ്റൊരു സാറ് വന്നു. സാറല്ല കേട്ടോ, ഒരു ലേഡി ടീച്ചർ. ബികോമും എംകോമും നെറ്റും സെറ്റും ഒക്കെ എഴുതി ട്രൈ ചെയ്ത് ഏതെങ്കിലും ഒരു കോളേജിൽ ലെക്ചറായി കയറണമെന്ന എയിമോട് കൂടി തന്നെ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്ന ഞങ്ങളുടെ മാത്രം ഹരീഷ ടീച്ചർ. ഒരു പാവ, ഒരു പൂച്ചക്കുട്ടി പോലെ ഒരു ടീച്ചർ കേട്ടോ. നോട്ടത്തിൽ മാത്രമേ പൂച്ചക്കുട്ടി,
ആളൊരു ജഗജില്ലിയ തന്നെ. കാരണം ഇന്ന് പഠിപ്പിക്കുന്ന നാളെ പഠിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ചൂരൽ കഷായം ഉറപ്പ്. പിന്നെ ചൂരൽ കഷായം വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല നൈസായിട്ട് ടീച്ചർ 10ഉം 20ഉം പ്രാവശ്യമൊക്കെ എംബോഷും, അതും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് 1.5 പേജ് 2 പേജൊക്കെ ഉള്ള എസ്സേകളായിരിക്കും മിക്കവാറും സാറ് കൊടുക്കുന്ന എംബോസിഷൻ. അതും പിന്നെ മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുകയും വേണ്ട. ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം മിക്കവാറും ഉള്ളതെല്ലാം 1.5, 2, 5 പേപ്പറൊക്കെ വീതമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും നൈസായിട്ട് അടി വാങ്ങിച്ച് എംബോസിഷനിൽ നിന്നും രക്ഷപ്പെടാറാണ് പതിവ്. എന്നാലും ചിലപ്പോഴൊക്കെ ടീച്ചർ നല്ല നൈസായിട്ട് എംബോസിഷൻ കൊടുക്കും. ആ എംബോസിഷൻ വാങ്ങിക്കുന്നത് മാത്രമല്ല, അത് പറഞ്ഞുകൂടി ടീച്ചറിനെ കേൾപ്പിക്കണം. ഇതാണ് നമ്മുടെ ഹരിഷ ടീച്ചറിൻ്റെ ഒരേ ഒരു സ്വഭാവ ദൂഷ്യം. ഇതാർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് സാറിനോട് ആ ടീച്ചറിനോട് ഇഷ്ടമുണ്ടായാലും ഈ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എല്ലാവർക്കും വെറുപ്പ്. പഠിക്കുന്ന കാര്യമേ ഒരു വെറുപ്പ്. വിവാഹവും അതിനോട് ചേർന്നുള്ള വിരുന്നും എല്ലാം കഴിഞ്ഞ് നമ്മുടെ ലജ്നക്കുട്ടി വീണ്ടും ലാൻഡ് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ ഹരിഷ ടീച്ചറിനെ കാണുന്നത്. ഹരിഷ ടീച്ചറിൻ്റെ ഹെൽപ്പോട് കൂടി ഇതുവരെ പോയ നോട്ട്സ് എല്ലാം റിക്കവർ ചെയ്തെടുക്കുകയും ക്ലാസ്സുകൾ നല്ല ക്ലിയറായിട്ട് ഹരിഷ ടീച്ചർ നമ്മുടെ ലജ്നയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ക്ലാസ്സുകളെല്ലാം നല്ല സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടിവെട്ട് പോലെ മറ്റൊരു സംഭവം. ഫസ്റ്റ് ഇയറിൽ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നു. ഈ റിസൾട്ട് ഞങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെക്കോർഡ് തന്നെയായിരുന്നു. ചരിത്രം മാറ്റിമറിക്കും. ചിലർ വരുമ്പോൾ ചരിത്രം മാറുമെന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ചെന്നതും ചരിത്രം മാറ്റി. ഇന്നോളം ഞങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചരിത്രത്തിൽ ഇന്നോളം ഹ്യൂമാനിറ്റീസും കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് വെറും 10 പേര് എല്ലാ വിഷയത്തിനും പാസ് ഔട്ടായിട്ടുള്ളത്. വെറും 10 പേര്. അത് ഇന്നോളം അങ്ങനെ ഒരു സംഭവം നടക്കാത്തത് കൊണ്ട് തന്നെ സാർ ഒരു മീറ്റിംഗ് തന്നെ വിളിച്ചു കൂട്ടി. ഞങ്ങൾ ഫസ്റ്റ് ഇയർ ബികോമും ഫസ്റ്റ് ഇയർ ഹ്യൂമാനിറ്റീസും ഒന്നിച്ചിരുത്തി ക്ലാസ്സിൽ എല്ലാവരോടുമായി സാർ സംസാരിച്ചു. പഠിപ്പിക്കുന്ന സാറന്മാരിൽ പോരായ്മയുണ്ടോ, പഠിപ്പിക്കുന്ന വിഷയങ്ങൾ റിസ്ക് ഉണ്ടോ, എല്ലാം സാർ അപ്പോൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്തു. എല്ലാത്തിനു ശേഷം പാസ് ഔട്ടായ 10 പേരെയും മാറ്റി നിർത്തിയതിന് ശേഷം ഓരോ വിഷയം മാത്രം പോയവരോട് ചോദിച്ചു, നിങ്ങളിത് എങ്ങനെ ഓവർകം ചെയ്തു വരും? കൊമേഴ്സുകാർ ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞു, ഞങ്ങൾക്കെല്ലാവർക്കും മാനേജ്മെൻറ്റിലാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യത്തെ മാനേജ്മെൻറ്റിൽ ഈ മാർക്ക് കൂടി ഞങ്ങൾ സ്കോർ ചെയ്തോളാം. നിങ്ങളെല്ലാവരും എത്ര മാർക്കിനാണ്? സാർ, എനിക്ക് വെറും 2 മാർക്കിനാണ്. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ 2 മാർക്കിനാണ് ഞങ്ങൾക്ക് ഈ ഒരു വിഷയത്തിന് മാർക്ക് കുറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം എഴുന്നേറ്റത് ഇംഗ്ലീഷ് പോയവരായിരുന്നു പിന്നീടുള്ളവർ. ദേഷ്യത്തോട് തന്നെ സാറ് ചോദിച്ചു, ഫസ്റ്റ് ഇയർ വെറും സിമ്പിളായിട്ട് എസ്സേയും കാര്യങ്ങളും മാത്രം എഴുതി പാസ് ഔട്ടാക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റാത്തവർ എങ്ങനെ ഗ്രാമർ എഴുതി നിങ്ങൾ അപ്പുറം ചാടും? നിങ്ങളെക്കൊണ്ട് പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, +2 ബികോംകാരായാലും ഹ്യൂമാനിറ്റീസുകാരായാലും ഇംഗ്ലീഷ് പോയാൽ, ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയറും ഇംഗ്ലീഷ് പോയാൽ നിങ്ങൾക്ക് ഈ ഒരു വിഷയം എഴുതിയെടുക്കണമെങ്കിൽ ഇംഗ്ലീഷ് 2 കൊല്ലവും ഒരേപോലെ തന്നെ എഴുതി സ്കോർ ചെയ്തേ പറ്റൂ. ഈ പ്രാവശ്യം മാർക്ക് കുറഞ്ഞത് അടുത്ത പ്രാവശ്യം കൂടി സ്കോർ ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ? എനിക്ക് യാതൊരു ഹോപ്പുമില്ല നിങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് +2 നല്ല രീതിയിൽ തന്നെ പാസ് ഔട്ടായിട്ട് പോകാം. പിന്നീട് അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. എന്നാൽ കൊമേഴ്സുകാർ പഴയതിൽ പിന്നത്തെ ആയിക്കഴിഞ്ഞു. ഞങ്ങൾ 5 എണ്ണം വീണ്ടും തല്ലിപ്പൊളികൾ തന്നെ. ഞങ്ങൾ ഞങ്ങളുടെ അതേ പ്രവർത്തികളായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വായിനോട്ടവും സൈറ്റടിയും കമൻ്റ് അടിയും പിന്നെ പോകുന്ന പിള്ളേരെ എല്ലാം കുറ്റം പറഞ്ഞും അവരുടെ തലയിൽ കുത്തിയിരിക്കുന്ന ക്ലിപ്പ് തൊട്ട് അവർ ഇട്ടിരിക്കുന്ന ചെരുപ്പ് വരെ അവരെ സ്കാൻ ചെയ്ത് അതിൻ്റെ കുറ്റവും കുറവും പറയലും. ഓരോ ആൺകുട്ടികളെ നോക്കുക, അവരുടെ കുറ്റവും കുറവും പറയുക, അവരുടെ കൂടെ നിൽക്കുന്ന അവർ പ്രേമിക്കുന്ന പെൺകുട്ടികളുടെ കുറ്റം പറയുക. പിന്നെ പോകുന്ന ബസ്സിലെ കിളികളെ നോക്കുക, അവരുടെ കൂടെ സംസാരിക്കുക, അവരെ ചുണ്ടി പിടിപ്പിക്കുക, കൂടെ യാത്ര ചെയ്യുന്നവരെ ചുണ്ടി പിടിപ്പിക്കുക. അങ്ങനെ പോകുന്ന പോലെ ചെറിയ 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 കാര്യങ്ങളുമായി ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടേയിരുന്നു. ഇതിനിടയിൽ തന്നെ +2 എക്സാം വന്നു, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം വന്നു. എല്ലാം നല്ല രീതിയിൽ തന്നെ എഴുതി ഞങ്ങൾ സ്കോർ ചെയ്തു. +2
പാസ് ഔട്ടായ കൂട്ടത്തിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ള് തന്നെ എല്ലാവരും ഒരാൾ പോലും പോകാതെ എല്ലാവരും പാസ് ഔട്ടായി. ഞങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ഘട്ടം ഡിഗ്രി ലെവലിലേക്ക്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ കാത്തിരുന്ന അപകടങ്ങൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ വരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങുന്ന കാലഘട്ടമായിരുന്നു ഇത്. വീണ്ടും ഞങ്ങൾ 5 പേരും ഒരുമിച്ച് ഒരു കോളേജിൽ തന്നെ പഠിക്കാൻ തുടങ്ങി. അതിനിടയിൽ തന്നെ നമ്മുടെ ലജിന ഗോളടിച്ച് ഒരു ട്രോഫി കിട്ടി. അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണ്. ഞങ്ങളെല്ലാവരും ആൻറ്റിമാരായി. അവൾ ഞങ്ങളുടെ ക്ലാസ്സിൽ എത്തിക്കഴിയുമ്പോൾ അവളെ നടുക്കിരുത്തി ഞങ്ങൾ 4 പേരും ചുറ്റും ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് ആൻറ്റിമാരെ വളരെ ഡീസൻ്റ്, എൻ്റെ കുഞ്ഞിനെ കൂടി കുരുത്തക്കേട് നിന്നെയൊക്കെ പോലെ തല തിരിഞ്ഞതാക്കല്ലേ എന്ന് അവൾ എപ്പോഴും പറയും. എൻ്റെ കുഞ്ഞ് വയറ്റിൽ കിടന്ന് നീയൊക്കെ പറഞ്ഞ് എല്ലാ വൃത്തികേടും കേട്ടോണ്ടിരിക്കുക, അതുകൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കുക അവൾ എപ്പോഴും ഞങ്ങളോട് പറയും. അതുകൂടാതെ അവളുടെ ഹസ്ബൻഡ് നല്ല ഫ്രണ്ട്ലിയാണ്, ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അവളോട് തിരക്കുകയും അവളോട് പ്രത്യേകം അവളെ കെയർ ചെയ്യണമെന്നും എന്നോടും നെജിയോടും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിക്കാനും മടി. ഇതിനിടയിൽ തന്നെ അവളൊന്ന് വീണിരുന്നു. അവളുടെ കാലുകൾക്ക് ചെറിയൊരു തേയ്മാനം, അതുകൊണ്ട് തന്നെ ബാൻഡേജ് ഇട്ടാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു കാര്യം പറയാനാണ് അദ്ദേഹം ഞങ്ങളെ അന്ന് വിളിച്ചതും സംസാരിച്ചതും. അതുകൊണ്ട് തന്നെ അവളെയും വിളിച്ച് അവളുടെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് അവളെ ബസ് കയറ്റി എവിടെയെങ്കിലും ഇരുത്തിയതിന് ശേഷമാണ് ഞങ്ങളുടെ ബസ് തിരക്കി പോകാറ്. ഞങ്ങളുടെ 4 പേരുടെയും റൊട്ടീൻ ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 4 പേരും വരുമ്പോൾ തന്നെ ആ ബസ് സ്റ്റോപ്പിൽ ആ ചേട്ടൻ ലജിനയ്ക്കായി ഒരു പ്രത്യേകം സീറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ഞങ്ങൾ എന്നും പറയുന്നത് പോലെ അവൾ പ്രഗ്നൻ്റ് ആണ്. സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ അവളെ പ്രത്യേകം ശ്രദ്ധിച്ച് ഇറക്കിയതിന് ശേഷമേ ചേട്ടൻ ബെല്ലടിക്കാവൂ കേട്ടോ. പിന്നെ കാലിനൊരു ചെറിയ കുഴപ്പമുണ്ട്, ബാൻഡേജ് ഇട്ടേക്കുക, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണേ. ചേട്ടൻ്റെ പെങ്ങളെപ്പോലെ തന്നെ ശ്രദ്ധിച്ചോണേ. ആ ചേട്ടനോട് വളരെ സൗമ്യമായി ഞങ്ങൾ 4 പേരും ഒരേ സ്വരത്തിൽ പറയും. ആ ചേട്ടൻ ഒരു ചിരിയോടുകൂടി തന്നെ ഞങ്ങൾക്ക് അതിന് സമ്മതം മൂളുകയും ചെയ്യും. അങ്ങനെ ദിവസമായപ്പോൾ ചേട്ടൻ അങ്ങോട്ട് ഞങ്ങൾ പറയാൻ തുടങ്ങും, അവളെ ശ്രദ്ധിച്ചോണമെന്നല്ലേ, എൻ്റെ കുഞ്ഞിപ്പെങ്ങളെ പോലെ അവളെ ശ്രദ്ധിച്ചോളാം എന്നും പറഞ്ഞ് ഞങ്ങളെ ബോറടിപ്പിക്കൽ. എന്തെങ്കിലും ഒരു വെറൈറ്റിക്ക് ഒന്ന് മാറ്റി എങ്കിൽ എൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഞങ്ങളുടെ നാത്തൂനെ സൂക്ഷിച്ച് കൊണ്ടുവന്ന് അവിടെ ഇറക്കണം കേട്ടോ. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ നിന്നും പോയി. ഇവൻ്റെ പെങ്ങൾ അന്നേരം അവൻ്റെ കൂടെ, എൻ്റെ പൊന്നി ചേട്ടാ, അവൾ എൻ്റെ ഹസ്ബൻഡിനെ അവളെ സ്വന്തം ചേട്ടനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി എൻ്റെ നാത്തൂനെ സൂക്ഷിക്കണേന്ന് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല ഇതിൽ. ചേട്ടൻ അതൊന്നും വിചാരിക്കണം. ഒരു നട്ടും ബോൾട്ടും എവിടേക്കോ ഒന്ന് ലൂസ് അവൾക്ക്, അതുകൊണ്ട് കാര്യമാക്കണ്ട. എനിക്ക് ആ പോയ സാധനത്തിനല്ല, ഇയാളുടെ കൂടെ വരുന്ന ആ 4 എണ്ണത്തിൽ ഗായത്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് മുടിയുള്ള ആ കൊച്ചിന് മാത്രമേ ഉള്ളൂ ഒരല്പം ബോധമുള്ളത്. അല്ല ചേട്ടാ, അവളുടെ പേര് ഗായത്രിയാന്ന് ചേട്ടൻ എങ്ങനെ അറിയാം? ബാക്കി 3 എണ്ണത്തിൻ്റെയും പേര് ചേട്ടൻ അറിയത്തില്ലല്ലോ. ലജിന അല്പം ഒന്ന് കടുപ്പിച്ച് അയാളോട് ചോദിച്ചു. അല്ല പെങ്ങളെ, ഇല്ല പെങ്ങളെ, അല്ല കാര്യം പറ ചേട്ടാ. അതൊരു പാവം കൊച്ചല്ലേ, എനിക്കതിനെ കണ്ടപ്പോൾ തൊട്ട് എന്തോ. എൻ്റെ പൊന്നു ചേട്ടാ, അബദ്ധത്തിൽ പോലും അവളുമാർ നിൽക്കുമ്പോൾ ഗായത്രി ഒന്ന് നോക്കരുത്. ചേട്ടൻ്റെ പപ്പും കൂടെ അവളുമാർ 3 കൂടെ പറിക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഗായത്രിക്കും കൂടെയുള്ള ചീത്തപ്പേരുണ്ടാക്കരുത്. അവളുടെ പിറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്നവൻ ഒന്ന് കണ്ടത് നെജി മാത്രം. അവൾ കണ്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ് ബാക്കി 3 എണ്ണവും കൂടെ നല്ല നൈസായിട്ട് ഗായത്രിയെ വളഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും. അവൾക്ക് അവനോട് യാതൊരു താല്പര്യമില്ലെന്ന് പറഞ്ഞ് പിന്നെ ഈ വഴിക്ക് നിമിഷം വരെ അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവൾക്ക് യാതൊരു ശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവളുമാരി എന്താ ചെയ്തതെന്നോ എന്താ ചെറുക്കനോട് പറഞ്ഞെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ചേട്ടന് ജീവനിൽ പേടിയുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് അവളോട് അങ്ങോട്ട് ചെന്ന് പറയരുത്. പിന്നെ വീട്ടുകാരായി ആലോചിച്ച് അവളുടെ വീട്ടിലേക്ക് ചെന്നാൽ എന്തെങ്കിലും സ്കോപ്പ് കാണും. വീട്ടുകാരായി തീരുമാനിക്കുന്നതുകൊണ്ട് അവളുമാരെ എതിർക്കാനോ യാതൊരു രീതി കുരുത്തക്കേട് കാണിക്കാനോ വഴിയില്ല. ചേട്ടൻ എന്തായാലും അവളെ ഡയറക്റ്റ് ചെന്ന് മുട്ടാതെ ഇൻഡയറക്റ്റായിട്ട് വീട് വഴി ഒന്ന് നോക്ക്. അതായിരിക്കും ചേട്ടൻ്റെ ശരീരത്തിന് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ അവളുമാർ ചെയ്യും.
അതുകൊണ്ട് എന്ത് വേണമെന്ന് ആലോചിച്ച് ചെയ്യും. ഡിഗ്രിക്ക് കയറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് നെജി മൂഡ് ഔട്ടായിരിക്കുന്ന അപ്പു ശ്രുതി കാര്യം തിരക്കിയപ്പോൾ തൻ്റെ ഇളയ ഇക്കായിക്ക് ആരോടോ ഒരു പ്രണയം. പക്ഷെ ആരാണെന്ന് അറിയില്ല. അതിന് സന്തോഷിക്കുകയല്ല ചെയ്യുന്നത്. അല്ലടാ, നമുക്ക് ഏറ്റവും പരിചയപ്പെടുന്ന നമ്മുടെ കൂട്ടത്തിൽ ആരോ. അതെന്താണ് നിനക്ക് ഇത്ര വിശ്വാസം? ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഞാനല്ല, എനിക്ക് നിൻ്റെ ചേട്ടൻ സ്വന്തം ഏട്ടൻ തന്നെ. ഇനി ലിൻസി ഗായത്രി ആവാൻ വഴിയുമില്ല. ലിൻസി മാത്രമേ ഉള്ളൂ. എനിക്കും ആ വഴിക്കൊരു സംശയം ഇല്ലാതില്ല. എന്തോ ഇക്ക എപ്പോഴും ഞങ്ങളിൽ നിന്നൊക്കെ മറിഞ്ഞു നിന്ന് മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ എന്തോ ഒരു ഇഷ്ടക്കുറവ് പോലെ, ലിൻസിയോട് തന്നെ ഒരു വെറുപ്പ് തോന്നുന്നത് പോലെ. എൻ്റെ പൊന്നു നെജി, അവളെ വെറുക്കാനും നിൻ്റെ മനസ്സിൽ അവളോട് ദേഷ്യം തോന്നാനും വരട്ടെ. ആദ്യം അത് കൺഫേം ചെയ്യണ്ടേ, അതിന് ശേഷം പോരെ. ഊഹാപോഹത്തിൻ്റെ പുറത്ത് ഒരു കാരണവശാലും ആരോടും വിരോധം കാട്ടരുത്. അറിയാലോ നിനക്ക്. അത് പറഞ്ഞുകൊണ്ട് നിൻ്റെ ഇക്ക ഞങ്ങൾക്കും ഇക്ക തന്നെ, അല്ലാതെ യാതൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നാളെ അറിയാം. നാളെ നീ നിൻ്റെ വീട്ടിലേക്ക് അവളെ ഞാനും വരാം. നിൻ്റെ ഇക്ക ഉള്ളപ്പോൾ തന്നെ വിളിക്കണം. അപ്പോൾ പിന്നെ എന്തെങ്കിലും പറഞ്ഞാലും ഇക്കായെ വീട്ടിൽ പിടിച്ചു നിർത്ത്, നമുക്ക് വാച്ച് ചെയ്യാമല്ലോ. അതുപോലെ തന്നെ പിറ്റേന്ന് അവൾ ഞങ്ങളെ രണ്ടുപേരെയും വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ലിൻസിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അസ്വാഭാവികമായോ പ്രത്യേക ഒരു കെയറിങ്ങോ ഒന്നും തന്നെ അവൾ നെജിയുടെ ഇക്കായ്ക്ക് കൊടുക്കുകയോ അയാളോട് പ്രത്യേകം സംസാരിക്കാനോ ഒന്നും തന്നെ നിന്നില്ല. പിന്നെന്താ, പിന്നീട് ഞങ്ങളുടെ പ്ലാൻ ബി എടുത്തു. എങ്ങനെയെങ്കിലും ഫോൺ കൈക്കലാക്കുക. അത് തന്നെയായി പിന്നീട് ഞങ്ങൾ 18 അടവും പയറ്റി ഫോണും ലോക്കും ഞങ്ങൾ കൈക്കലാക്കി. ഫോൺ കൈക്കലാക്കിയതിന് ശേഷം ഞങ്ങൾ ലിൻസിയുടെ നമ്പറുമായി മാച്ച് ചെയ്ത് നോക്കി. ലാസ്റ്റ് ഡിജിറ്റ് വെച്ച് നെജി ഇത് ലിൻസി തന്നെ എന്നുറപ്പിച്ചു. അവൾ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്തേടി, ഒന്ന് നോക്കട്ടെ. ഒന്നുകൂടി റീചെക്ക് ചെയ്തപ്പോൾ നടുക്കത്തെ 09 സ്ഥാനത്ത് 07. എടി ബുദ്ധൂസേ, ഇത് ലിൻസി ഒന്നുമല്ല, ഇത് വേറെ ഏതോ പെൺപിള്ളേരാ. കണ്ട നടുക്കലത്തെ നമ്പർ നോക്ക്, 09 സ്ഥാനത്ത് 07. ആവശ്യമില്ലാതെ ഒന്നും കേൾക്കണ്ട. അങ്ങ് കരച്ചിലും പിടിച്ചു. അതിരിക്കട്ടെ, ലിൻസി ആയാലെന്താ നിനക്ക്? എടി അത് ഒരിക്കലും നടക്കില്ല. എൻ്റെ ഇക്ക കരയേണ്ടയും വിഷമിക്കേണ്ടിയും വരും, അതുകൊണ്ടാണ്.